ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, സുസ്വാഗതം. ആരംഭിക്കാം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് 12 മണിക്ക് ശേഷം കുറച്ച് അതിഥികളുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ക്ലാസ് കഴിക്കാം എന്ന് വിചാരിച്ചത്. 10:30 തുടങ്ങി 11:45 വരെ ആവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നോക്കാം. വൈകിട്ട് പാലക്കാട് ചിദാനന്ദപുരി സ്വാമിജിയുടെ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്ന കാരണം ഇവിടുന്ന് 5 മണിക്ക് എല്ലാ ദിവസവും ഞാൻ പോകും. വരുന്ന ഒരാഴ്ച അദ്ദേഹം ഇവിടെയുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊന്നും ഇനി ഒരാഴ്ച ക്ലാസ് ഉണ്ടാവില്ല. വരുന്ന ദിവസങ്ങളിൽ ആവുന്നത്ര മുടക്കാതെ നോക്കാം രാവിലെ. നമുക്ക് ഭാഗവതം അഷ്ടമസ്കന്ധം 7-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലാഴി മഥനത്തിലെ കൂർമാവതാരം കഴിഞ്ഞു. മഥനം തുടരുന്നു. കാളകൂട വിഷം വരുന്നത് വരെ കണ്ടു നമ്മൾ. ആ കാളകൂട വിഷത്തിൽ നിന്ന് ഭയപ്പെട്ട ദേവന്മാരും മറ്റും പ്രാണനും കൊണ്ട് അവിടുന്ന് പലായനം ചെയ്ത് കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ സ്തുതിക്കുന്ന ആ സ്തുതിയാണ് നമ്മൾ ഇന്ന് കാണാനിരിക്കുന്നത്. അത് കഴിഞ്ഞ് മഹാദേവൻ പ്രസാദിച്ച് ആ കാളകൂട വിഷം ഭക്ഷിക്കുന്നതാണ് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗം. അപ്പോൾ നമുക്ക് ആദ്യം പാരായണം ചെയ്തിട്ട് അതിലേക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ 7-മോऽധ്യായഃ. ശ്രീശുക ഉവാച. തേ നാഗരാജമാമന്ത്ര്യ ഫലഭാഗേന വാസുകിം പരിവീയ ഗിരൗ തസ്മിൻ നേത്രമബ്ധിം മുദാന്വിതാഃ. ആരേഭിരേ സുസംയത്താ അമൃതാർത്ഥം കുരുദ്വഃ. ഹരിഃ പുരസ്താജ്ജഗൃഹേ പൂർവം ദേവാസ്തതോ ഭവन्. തന്നൈച്ഛൻ ദൈത്യപതയോ മഹാപുരുഷചേഷ്ടിതം ന ഗൃഹീമോ വയം പുച്ഛം അഹേരംഗം അമംഗളം. സ്വാധ്യായ ശ്രുതസമ്പന്നാഃ പ്രഖ്യാതാ ജന്മകർമ്മഭിഃ. ഇതി തൂഷ്ണീം സ്ഥിതാൻ ദൈത്യാൻ വിലോക്യ പുരുഷോത്തമഃ. സ്മയമാനോ വിസൃജ്യാഗ്രം പുച്ഛം ജഗ്രാഹ സാമരഃ. കൃതസ്ഥാനവിഭാഗാസ്തേ ഏവം കശ്യപനന്ദനാഃ. മമന്തുഃ പരമായത്താ അമൃതാർത്ഥം തയോനിധിം. മധ്യമാനയർണവേ സോദ്രിഃ അനാധാരോ ഹ്യപോവിശത്. ദ്രിയമാണോപി ബലിഭിഃ ഗൗരവാത് പാണ്ഡുനന്ദന. തേ സുനിർവിണ്ണമനസഃ പരിമ്ലാനമുഖശ്രിയഃ. ആസൻ സ്വപൗരുഷേ നഷ്ടേ ദൈവേനാതിബലീയസാം. വിലോക്യ വിഘ്നേശമിതിം തദേശ്വരോ ദുരന്തവീര്യോ അവിദദാഭിസന്ധിഃ. കൃത്വാ വപുക്കാച്ഛപമദ്ഭുതം മഹത് പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തമുത്ഥിതം വീക്ഷ്യ കുലാചലം പുനഃ സമുത്ഥിതാ നിർമ്മദിതും സുരാസുരാഃ. ദധാര പൃഷ്ഠേന സ ലക്ഷയോജന പ്രസ്താരിണാ ദ്വീപ ഇവാവരോ മഹാൻ. സുരാസുരേന്ദ്രൈർഭുജവീര്യവേവിദം പരിഭ്രമന്തം ഗിരിമംഗപൃഷ്ഠതഃ. ബിഭ്രത്തദാവർത്തനമാധികച്ഛപോ മേനേംഗകണ്ഡൂയനമപ്രമേയഃ. തദാസുരാനാവിശദാസുരേണ രൂപേണ തേഷാം ബലവീര്യമീരയൻ.
ഉദ്ദീപയൻ ദേവഗണാംശ്ച വിഷ്ണുഃ ദൈവേന നാഗേന്ദ്രമബോധരൂപഃ ഉപര്യഗേന്ദ്രം ഗിരിരാടിവാന്യഃ ആക്രമ്യ ഹസ്തേന സഹസ്രബാഹുഃ തസ്ഥൗ ദിവി ബ്രഹ്മഭവേന്ദ്രമുഖ്യൈരഭിഷ്ടുവദ്ഭിः സുമനോഭിവൃഷ്ടഃ ഉपर्यतश्चात्मनि गोत्रनेत्रयोः परेण ते प्राविशदा समेदिदाः ममन्दुरब्धिं तरसा मदोत्कटा महाद्रिणा क्षोभितनक्रचक्रम् अहीन्द्रसाहस्रकठोरदृङ्मुखश्वासाग्निधूमाहतवर्चसोऽसुराः पौलोमकालेय बलिल्वलादयो दवाग्निदग्धा सरला इवाभवन् देवांश्च तच्छ्वासशिखाहतप्रभान् धूम्राम्बरस्रग्वरकञ्जुकाननान् समभ्यवर्षन् भगवद्वशागनाः वपुः समुद्रोर्म्युपकूलवायवः मध्यमानात् तदा सिन्धोः देवासुरवरूदपैः यथा सुधा न जायेत नर्ममन्दाजितः स्वयम् मेघश्यामकनकपरिधिः कर्णविद्योतविद्युन्मूर्ध्नि भ्राजद्विलुलितकचः स्रग्धरो रक्तनेत्रः जैत्रैर्दोर्भिः जगदभयदैर्दन्तशोकम् गृहीत्वा मद्रन्मद्ना प्रतिगिरिरिवाशोभदाधो धृताद्रिः निर्मध्यमानादुततेरबुद्विषम् महोल्बणम् हालहलाह्वमग्रतः सम्भ्रान्तमीनोन्मकराहि कच्छपात् तिमिद्विपग्राहतिमिङ्गिलाकुलात् तदुग्रवेगम् दिशि दिश्युपर्यतो विसर्पदुल्सर्पदसह्यमप्रति भीदा प्रजादुद्रुगुरङ्गसेश्वरा अरक्ष्यमाणा शरणम् सदाशिवम् विलोक्य तम् देववरम् त्रिलोक्याभवाय देव्याभिमतम् मुनीनाम् आसीनमद्रौ अपवर्गहेतोः तपोजुषाणम् स्तुतिभिः प्रणेमुः प्रजापतय ऊजुः देवदेव महादेव भूतात्मन् भूतपावना त्राहि नः शरणापन्नान् त्रैलोक्यदहनाद्विषात् त्वमेकः सर्वजगतः ईश्वरो बन्धमोक्षयोः तम् त्वामर्चन्ति कुशलाः प्रपन्नार्तिहरम् गुरुम् गुणमय्या स्वशक्त्यास्य सर्गस्थित्यप्ययान् विभो धल्से यदा स्वदृग्भूमन् ब्रह्म विष्णुशिवाभिधाम् त्वम् ब्रह्म परमम् गुह्यम् सतसद्भावभावनः नानाशक्तिभिराबाधस्त्वमात्मा जगदीश्वरः त्वम् शब्दयोनिर्जगदादिरात्मा प्राणेन्द्रियद्रव्यगुणस्वभावः कालक्रतुः सत्यम् हृदम् च धर्मस्त्वय्यक्षरम् यत्रिवृतामनन्दी अग्निर्मुखम् ते अखिलदेवतात्मा क्षितिम् विदुर्लोकभवाङ्घ्रिलोकम् भवाङ्घ्रिपङ्कजम् कालम् गतिम् ते अखिलदेवतात्मनो दिशश्च कर्णौ रसनम् जलेशम् नाभिर्नभस्ते श्वसनम् नभस्वान् सूर्यश्च चक्षूंषि जलम् स्मरेदः परावरात्माश्रयणम् तवात्मा सोमो मनो द्यौर्भगवन् शिरस्ते कुक्षिः समुद्रागिरयोऽस्ति सङ्गारो माणि सर्वौषधिविरुदस्ते छन्दांसि साक्षात् तव सप्तधातवस्त्रयीमयात्मन् हृदयम् सर्वधर्मा मुखानि पञ्चोपनिषदस्तवेश यैस्त्रिंशदष्टोत्तरमन्त्रवर्गः यल्तच्छिवाख्यम् परमार्थतत्त्वम् देव स्वयम् ज्योतिरवस्थितिस्ते छायात्वधर्मोर्मिषु यर्विसर्गो नेत्रत्रयम् सत्त्वरजस्तमांसि साङ्ख्यात्मनः शास्त्रकृतस्तवेक्षा छन्दोमयो देवर्षिः पुराणः न ते गिरित्रागिललोकपालविरिञ्ज वैकुण्ठसुरेन्द्रगम्यम् ज्योतिः परम् यत्र रजस्तमश्च सत्त्वम् न यद्ब्रह्म निरस्तभेदम् कामाद्वर त्रिपुरकालगराद्यनेकभूतद्रुहक्षपयतस्तुतयेन तत्ते यस्त्वन्तकाल इदमात्मकृतम् स्वनेत्रवह्निस्फुलिङ्गशिखया भसितम् न वेद ये त्वात्मरामगुरुभिर्हृदि चिन्तिताङ्घ्रिद्वन्द्वम् चरन्दमुमया तपसाभितप्तम्
കത്തന്ത ഉഗ്രപുരുഷം നിരതം ശ്മശാനേ തേ നൂനമൂതിം അവിദൻ തവ ഹാതലജ്ജാഃ തത്തസ്യ തേ സദസദോഃ പരതഃ പരസ്യ നാഞ്ജസ്വരൂപഗമനേ പ്രഭവന്തി ഭൂമ്നഃ ബ്രഹ്മാദയത് കിമുത സംസ്തവനേ വയം തു തൽ സർഗസർഗവിഷയാ അപി ശക്തിമാത്രം ഏതത്പരം പ്രപശ്യാമോ ന പരം തേ മഹേശ്വര മൃഡനായ ഹി ലോകസ്യ വ്യക്തിസ്ത്യവ്യക്തകർമ്മണഃ. ശ്രീശുക ഉവാച തദ്വീക്ഷ്യ വ്യസനം താസാം കൃപയാ ഭൃശപീഡിതഃ സർവഭൂതസുഹൃദ്ദേവഃ ഇദമാഹ സതീം പ്രിയാം. ശിവ ഉവാച അഹോ ബദ ഭവാന്യേതത് പ്രജാനാം പശ്യ വൈശസം ക്ഷീരോദമദനോദ്ഭൂതാത് കാളകൂടാദുപസ്ഥിതം ആസാം ത്രാണപരിപ്സൂനാം വിധേയം അഭയം ഹി മേ ഏതാവാൻ ഹി പ്രഭോരർത്ഥോ യദ്ദീനപരിപാലനം. പ്രാണൈസ്വൈഃ പ്രാണിനഃ പാന്തി സാധവക്ഷണഭംഗുരൈഃ ബദ്ധവൈരേഷു ഭൂതേഷു മോഹിതേഷു ആത്മമായയാ. പുംസഃ കൃപയതോ ഭദ്രേ സർവാത്മാ പ്രീയതേ ഹരിഃ പ്രീതേ ഹരൗ ഭഗവതി പ്രിയേഹം സചരാചര. തസ്മാദിദം ഘരം ഭുഞ്ജേ പ്രജാനാം സ്വസ്തിരസ്തു മേ. ശ്രീശുക ഉവാച ഏവമാമന്ത്യ ഭഗവാൻ ഭവാനീം വിശ്വഭാവനഃ തദ്വിഷം ജഗ്ധുമാരേപേ പ്രഭാവജ്ഞാന്വമോദതാം. തദക്കരകലീകൃത്യ വ്യാപിഹാലാഹലം ദിശം അപക്ഷയൻ മഹാദേവഃ കൃപയാ ഭൂതഭാവനഃ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. തസ്യാപി ദർശയാമാസ സ്വവീര്യം ജലകൽമഷഃ യച്ചകാരകളേ നീലം തച്ച സാധോർവിഭൂഷണം. തപ്യന്തേ ലോകതാപേന സാധവ പ്രായശോ ജനാഃ പരമാരാധനം തദ്ധി പുരുഷസ്യാഖിലാത്മനഃ. നിശമ്യ കർമ്മ തച്ഛംഭോഃ ദേവദേവസ്യ മീഡുഷഃ പ്രജാദാക്ഷായണീ ബ്രഹ്മ വൈകുണ്ഠശ്ച ശശംസിരേ. പ്രസ്കന്നം പിബതഃ പാണേഃ യത്കിഞ്ചിജ്ജഗൃഹു സ്മ തത് വൃശ്ചികാ ഹി വിഷൗഷധ്യോ ദന്തശൂകാശ്ച യേവരേ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ അമൃതമഥനേ സപ്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. അപ്പോ ആറാമത്തെ മന്വന്തരം, ചാക്ഷുഷ മന്വന്തരത്തിൽ ഭഗവാൻ അജിതനായി അവതരിച്ചു എന്നും പാലാഴിമതനം ചെയ്ത് അമൃതം അതിൽ നിന്ന് സിദ്ധിച്ച് ദേവന്മാർക്ക് അമൃതപാനം ചെയ്യിപ്പിച്ചു എന്നുള്ളതായിട്ടുള്ള കഥ വിസ്തരിച്ച് കേൾക്കാനുള്ള പരീക്ഷിത്ത് രാജാവിന്റെ ആകാംക്ഷയെ അഭിനന്ദിച്ചുകൊണ്ട് ശുകബ്രഹ്മർഷി ആ പാലാഴിമതനം കഥ 5-ാം അധ്യായം മുതൽ ആരംഭിച്ചതാണ്. 5, 6, 7, 8, 9 5 അധ്യായങ്ങളിൽ വളരെ വിശദമായി വർണ്ണിക്കുന്നു. അതിൽ നമ്മൾ 5ഉം 6ഉം അധ്യായങ്ങൾ കഴിഞ്ഞ് 7ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. അതിൽ ഏകദേശം 20-ലധികം ശ്ലോകങ്ങൾ കണ്ടു കഴിഞ്ഞു. അതെ, 20 ശ്ലോകങ്ങൾ കണ്ടു. അപ്പോൾ അതിലെ ആദ്യ ഭാഗത്ത് വാസുകിയെ
കൊണ്ടുവന്ന് കയറാക്കി ബന്ധിച്ച് മന്ദരപർവ്വതത്തെ പാലാഴിയിൽ മഥനം ആരംഭിച്ചു. ആ സമയത്ത് ആ മന്ദരപർവ്വതം താഴ്ന്നു പോയതും ഭഗവാൻ കൂർമാകൃതി പൂണ്ട് 1,00,000 യോജന വിസ്താരമേറിയ തന്റെ പുറം ഭാഗത്ത് വളരെ നിസ്സാരമായിട്ട് ആ മന്ദരപർവ്വതത്തെ വഹിച്ചുകൊണ്ട് ആ പാലാഴി മഥനത്തിൽ സഹായിക്കുന്നതും, പിന്നീട് പർവ്വതം പൊങ്ങുന്നത് കണ്ട് ഭഗവാൻ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് താഴ്ത്തിപ്പിടിച്ചുകൊണ്ടും, പിന്നീട് ദേവന്മാരും അസുരന്മാരും വാസുകിയുമെല്ലാം ക്ഷീണിച്ചപ്പോൾ അവരുടെ ഉള്ളില് ശക്തിയും ബലവുമെല്ലാം ആയിക്കൊണ്ട് പ്രവേശിച്ചുകൊണ്ടും, അതിനുശേഷം ഭഗവാൻ തന്നെ സ്വയം വലിയൊരു പർവ്വതാകൃതിയിൽ നിന്നുകൊണ്ട്, മറ്റൊരു പർവ്വതം പോലെ നിന്നുകൊണ്ട് 2 വശത്തേക്കും തന്റെ കൈകളെ നീട്ടിക്കൊണ്ട് ഭഗവാൻ തന്നെ ആ മഥനം ചെയ്യുന്നതായിട്ടുള്ള രംഗം നമ്മൾ വളരെ വിസ്തരിച്ചു കണ്ടു. അതിമനോഹരമായിട്ടുള്ള ആ ഭഗവാന്റെ ആ വിശ്വരൂപ ദർശനം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഭഗവാൻ തന്നെയാണ് പാലാഴി മഥനം ചെയ്യുന്നതെന്ന് വളരെ വ്യക്തം, ഒരു സംശയവുമില്ല. പാലാഴി മഥനത്തിന്റെ എല്ലാം ആദ്യം തൊട്ട് അവസാനം വരെയും ഭഗവാൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്, ചെയ്യുന്നത്. അപ്പോ അങ്ങനെ പാലാഴി മഥനം തുടങ്ങിയതായിട്ടുള്ള സമയത്ത് അതിൽ നിന്ന് വിഷം പൊങ്ങി വന്നു. മഹാ ഉൽബണം ഹലാഹലം. ആ വിഷമാണ് ആദ്യം പൊങ്ങി വന്നത്. ആ സമുദ്രത്തിൽ നിന്ന് ഇളകി മറിയുന്നതായിട്ടുള്ള മീനുകളും മകരങ്ങളും പാമ്പുകളും ഒക്കെ ഉള്ളതായിട്ടുള്ള ആമകളും ഒക്കെ ഉള്ളതായിട്ടുള്ള ജലാശയത്തിൽ നിന്ന് തിമിംഗിലങ്ങളൊക്കെ ഇങ്ങനെ തിളച്ചു മറിയുന്നതായിട്ടുള്ള ആ സമുദ്രത്തിൽ നിന്ന് ആദ്യം വന്നത് ഹലാഹലം എന്നുള്ള അതിഭയങ്കരമായിട്ടുള്ള വിഷം. ആ വിഷം എല്ലാ ദിക്കുകളിലും മുകളിലും താഴോട്ടും ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഈശ്വരന്മാരോടുകൂടിയ പ്രജകൾ എന്ന് പറഞ്ഞാൽ ഓരോ ലോകത്തിലുള്ള പ്രജകളും അവരുടെ ലോകപാലന്മാരും എല്ലാവരും തന്നെ ഭീതരായിക്കൊണ്ട് ദുദ്രുവും ദ്രവിച്ചു ഓടിപ്പോയി. എവിടേക്കാ ചെന്നത്? ശരണം സദാശിവം. ആ സദാശിവനെ ശരണം പ്രാപിച്ചു. എന്നിട്ട് ആ 3 ലോകത്തിന്റെയും അഭിവൃദ്ധിക്കായിക്കൊണ്ട് ദേവിയോടുകൂടെ ആ പർവ്വതത്തിലിരിക്കുന്നതായിട്ടുള്ള ദേവവരനായ ഭഗവാനെ കണ്ട് സ്തുതിഭിഹി പ്രണേമുഹു, സ്തുതികളെ കൊണ്ട് പ്രണമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഇനി ആ പ്രജാപതികൾ ചെയ്യുന്നതായിട്ടുള്ള സ്തുതിയാണൊരു 15ഓളം ശ്ലോകം. 21 മുതൽ 35 വരെയുള്ള 15 ശ്ലോകങ്ങൾ ദേവന്മാരും പ്രജാപതിമാരും കൂടി ദേവദേവനായ മഹാദേവനെ സ്തുതിക്കുന്നതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സ്തുതിയാണ്. അപ്പൊ ആ സ്തുതി നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. മുമ്പേ ഭഗവാൻ വിഷ്ണുവിനെ ബ്രഹ്മദേവന്റെ നേതൃത്വത്തിൽ സ്തുതിച്ച അതേ അർത്ഥം തന്നെയാണ് ഈ സ്തുതിക്കും. അപ്പോൾ ഒരേ പൊരുളിനെ തന്നെയാണ് 2 രൂപത്തില് 2 പ്രാവശ്യമായിട്ട് സ്തുതിച്ചത്. ഒരേ വിരാട് പുരുഷൻ തന്നെയാണ് വിഷ്ണുവും, അദ്ദേഹം തന്നെയാണ് കൈലാസത്തിൽ ശിവരൂപത്തിലും ഇരുന്നരുളുന്നത്. ആ തത്വമാണ് ഇവിടെ ഉറപ്പിക്കുന്നത്. അപ്പോൾ വിഷ്ണുവും ശിവനും 2 അല്ല. ശിവരൂപത്തിൽ കാളകൂടം ഭക്ഷിച്ചതും വിരാട് പുരുഷനായ ആ വിഷ്ണു തന്നെയാണ് എന്നുള്ള ആ ഒരു എന്താ പറയുക ഭേദഭാവനയെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള, വിഷ്ണുവും ശിവനും ബ്രഹ്മദേവനും ഒക്കെ വേറെ വേറെയാണെന്നുള്ളതായിട്ടുള്ള നമ്മുടെ ഭേദഭാവനകളുണ്ടെങ്കിൽ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന, അത് ശരിയാണോ എന്ന് നമ്മുടെ യുക്തിയോട് നമ്മളെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്ന, അത് ശരിയല്ല, മഹാദേവനും ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മദേവനും അതുപോലെ എല്ലാ ദേവന്മാരും എല്ലാം ഏകനായ ഈശ്വരന്റെ വിരാട് പുരുഷന്റെ വിവിധ മൂർത്തികളാണ്, വിവിധ ഭാവങ്ങളാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു തരുന്നതായിട്ടുള്ള ആ ഒരു സ്തുതിയാണ് ഈ സ്തുതി. നമുക്ക് ആ സ്തുതിയുടെ ഓരോ ശ്ലോകങ്ങളും കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത അഷ്ടമസ്കന്ധേ സപ്തമോധ്യായഃ. പ്രജാപതയ ഊജുഃ. ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹി നഃ ശരണാപന്നാൻ ത്രൈലോക്യദഹനാദ് വിഷാദ്. പ്രജാപതയ ഊജുഃ. ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹി നഃ ശരണാപന്നാൻ ത്രൈലോക്യദഹനാദ് വിഷാദ്.
ഇപ്പൊ പ്രജാപതികളാണ് ഇവിടെ സ്തുതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ദേവന്മാര് കൂടെയുണ്ട്. എന്തായാലും അവരെല്ലാം കൂടി ചെന്ന് മഹാദേവനെ ശരണം പ്രാപിച്ചുകൊണ്ട് സ്തുതിക്കുകയാണ്. ഹേ ദേവദേവ, ദേവന്മാർക്കും ദേവനായിരിക്കുന്നവനെ, മഹാദേവ, ദേവന്മാരിൽ മഹാനായിരിക്കുന്നവനെ, വലിയവനായിരിക്കുന്നവനെ, ഭൂതാത്മൻ, ഭൂതങ്ങളുടെ മുഴുവൻ ആത്മാവായിരിക്കുന്നവനെ, ഈ സൃഷ്ടികളുടെ മുഴുവൻ, ഭൂതമെന്നാൽ സൃഷ്ടിജാലങ്ങൾ, അപ്പൊ സൃഷ്ടിജാലങ്ങളുടെ മുഴുവൻ ആത്മസ്വരൂപമായിരിക്കുന്നവനെ, എല്ലാവർക്കും അസ്തിത്വം കൊടുക്കുന്നവനെ, ഭൂതഭാവന, ഈ ഭൂതങ്ങളെയൊക്കെ ഭവിപ്പിക്കുന്നവനെ, രക്ഷിക്കുന്നവനെ എന്നർത്ഥം, എല്ലാവരെയും അഭിവൃദ്ധി പ്രാപിപ്പിക്കുന്നവനെ. അപ്പൊ ഞങ്ങളെയൊക്കെ രക്ഷിക്കേണ്ടത് അങ്ങയുടെ കർത്തവ്യമാണ്. അങ്ങ് വേണം ഞങ്ങളെ ഭവിപ്പിക്കാൻ അഥവാ അഭിഭവിപ്പിക്കാൻ അഥവാ അഭിവൃദ്ധിയെ പ്രാപിപ്പിക്കാൻ, രക്ഷ ചെയ്യുവാനായിക്കൊണ്ട്. അപ്പൊ ഞങ്ങളെ രക്ഷിക്കുന്നവനെ ഭൂതഭാവന. ത്രാഹിനഃ ശരണാപന്നാൻ ത്രൈലോക്യദഹനാത് വിഷാദ്. ത്രൈലോക്യദഹനാത്, 3 ലോകങ്ങളെയും ദഹിപ്പിക്കുന്നതായിട്ടുള്ള വിഷാദ്, വിഷത്തിൽ നിന്ന്. നഹ ശരണാപന്നാൻ നഹ ത്രാഹി, ശരണമായി ആപതിച്ചിരിക്കുന്ന, അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നവരായിട്ടുള്ള ദീനന്മാരായ ഞങ്ങളെ ത്രാഹി, ത്വം ത്രാഹി, അങ്ങ് രക്ഷിച്ചാലും അങ്ങ് തന്നെ രക്ഷിക്കണം. വേറൊരു രക്ഷകൻ ഞങ്ങൾക്ക് ഇല്ല. അപ്പൊ ഞങ്ങൾ അങ്ങയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത്. ശരണാപന്നാൻമഹ ത്രാഹി. ഏതിൽ നിന്ന് ത്രാഹി? വിഷാദ് ത്രാഹി, ത്രൈലോക്യദഹനാത് വിഷാദ് ത്രാഹി, 3 ലോകങ്ങളെയും ദഹിപ്പിക്കുന്ന വിഷത്തിൽ നിന്ന് രക്ഷിച്ചാലും. അപ്പൊ ആദ്യമേ ചെന്ന് അഭയം പ്രാപിച്ചുകൊണ്ട് അങ്ങാണ് ഞങ്ങൾക്ക് അഭയം തരേണ്ടവൻ, ഞങ്ങളെ രക്ഷിക്കേണ്ടവൻ എന്ന് ഭൂതഭാവന, ഭൂതാത്മൻ എന്നുള്ള വാക്കുകളെ കൊണ്ടും ഞങ്ങളുടെയൊക്കെ നാഥനാണ് അങ്ങ് എന്ന് ദേവദേവ, മഹാദേവ എന്നൊക്കെയുള്ള ശബ്ദം കൊണ്ടും സംബോധന ചെയ്ത് ഞങ്ങൾ ശരണാപന്നരാണെന്നുള്ളത് അറിയിച്ചുകൊണ്ട് എന്താണ് പ്രശ്നം എന്നറിയിച്ചു. വിഷമാണ് പ്രശ്നം, അത് ചെറിയ വിഷമൊന്നുമല്ല, 3 ലോകങ്ങളെ ദഹിപ്പിക്കുന്ന വിഷമാണ്, അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇനിയും ആ ഭഗവാന്റെ മാഹാത്മ്യത്തെ എടുത്തെടുത്ത് പറയുന്നു. ഭഗവാന്റെ എന്താ പറയുക, ക്ഷിപ്രപ്രസാദിയാണ്, എങ്കിലും ഭഗവാനെ ഒന്ന് അലിയിപ്പിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു സാഹസത്തിന് ഭഗവാൻ തുനിയണം. തന്റെ എന്താ പറയുക, പ്രാണനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഒരു വലിയൊരു റിസ്ക് എടുക്കാനുണ്ട് അല്ലെ ഭഗവാന്. അപ്പൊ അതിലേക്ക് ഭഗവാനെ പ്രേരിപ്പിക്കാനായിക്കൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യങ്ങള് പറഞ്ഞ് സ്തുതിക്കുകയാണ്. ത്വമേക സർവജഗതഃ ഈശ്വരോ ബന്ധമോക്ഷയോഃ തം ത്വാമർച്ഛന്തി കുശലാഃ പ്രപന്നാർത്തിഹരം ഗുരും. ത്വമേക സർവജഗതഃ ഈശ്വരോ ബന്ധമോക്ഷയോഃ തം ത്വാമർച്ഛന്തി കുശലാഃ പ്രപന്നാർത്തിഹരം ഗുരും. ത്വം ഏകഃ സർവജഗതഃ ഈശ്വരഃ ബന്ധമോക്ഷയോഃ. സർവജഗതഃ ബന്ധമോക്ഷയോഃ ഈശ്വരഃ ത്വം ഏകഃ ഏവ. സർവജഗതഃ എന്ന് പറഞ്ഞാൽ സർവജഗത്തിന്റെയും, ഈ ലോകത്തിലുള്ള സകലരുടെയും നർത്ഥം, എല്ലാ മനുഷ്യരുടെയും മറ്റു ജന്തുക്കളുടെയും എല്ലാവരുടെയും സർവജഗത്തിന്റെയും ബന്ധമോക്ഷയോഃ ഈശ്വരഃ. ബന്ധം മോക്ഷം രണ്ടിന്റെയും, ബന്ധസ്യ മോക്ഷസ്യ രണ്ടും ചേർത്താണ് ബന്ധമോക്ഷയോഹോ, ബന്ധത്തിന്റെയും മോക്ഷത്തിന്റെയും. അപ്പോ ആരെല്ലാം പാശബദ്ധരായിരിക്കണം, സംസാരബദ്ധരായിരിക്കണം, ആരാണ് മുക്തരായിരിക്കേണ്ടത്, ഇതൊക്കെ നിശ്ചയിച്ച് അത് നടപ്പിൽ വരുത്തുന്ന ആള് അങ്ങാണ്. അങ്ങ് വിചാരിച്ചാൽ ആരെ വേണമെങ്കിൽ മുക്തരാക്കാനും പറ്റും, ആരെ വേണമെങ്കിൽ സംസാരബദ്ധരാക്കാനും പറ്റും. അങ്ങയെ ആശ്രയിക്കുന്നവരെ അങ്ങ് സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഈശ്വരനെ ആശ്രയിക്കാത്തവരെ, ഇവിടെ അങ്ങ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, അഭിമാനിയായിരിക്കുന്ന ഒരു അഹങ്കാരിയായിരിക്കുന്ന ഒരു ദേവതയായിട്ടല്ല ഇവിടെ മഹാദേവനെ സ്തുതിക്കുന്നത്, ഈശ്വരനായിട്ട്, ജഗദീശ്വരനായിട്ട്. അപ്പൊ ജഗദീശ്വരനായ അങ്ങയെ ആശ്രയിക്കുന്നവരെ അങ്ങ് ബന്ധങ്ങളിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്യുന്നു. അതാണ് സത്യം. ആരാണോ ഈശ്വരനെ ആശ്രയിക്കുന്ന അവർ തീർച്ചയായിട്ടും ബന്ധമുക്തരാവും.
മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്, ആരാണോ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നത് അവര് മായയിൽ നിന്ന് തരണം ചെയ്യും. അപ്പൊ ഈശ്വരനെയാണ് ആശ്രയിക്കേണ്ടത്. മായയെ തരണം ചെയ്യാൻ മായാനാഥനായ ഈശ്വരനെ തന്നെയാണ് ശരണം പ്രാപിക്കേണ്ടത്. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരെയും ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതും അജ്ഞാനത്തിലേക്ക് ബന്ധത്തിലേക്ക് ബന്ധിപ്പിക്കുന്നതും അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള തം ത്വാം അർച്ചന്തി കുശലാഹ പ്രപന്നാർത്തിഹരം ഗുരു. പ്രപന്നാർത്തിഹരം, പ്രപന്നന്മാരുടെ, പ്രപത്തി ചെയ്തവർ തന്നെ ശരണാഗതി ചെയ്തവരായിട്ടുള്ള ആളുകളുടെ ആർത്തിഹരം, ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവനും ഗുരും, എല്ലാവർക്കും ഉപദേഷ്ടാവായി മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുക്കുന്ന ഗുരുവായിരിക്കുന്ന തം ത്വാം, ആ അങ്ങയെ കുശലാഹ അർച്ചന്തി, കുശലന്മാർ പൂജിക്കുന്നു. കുശലന്മാർ എന്നാൽ സാമർഥ്യമുള്ളവർ, വിവേകികളായിരിക്കുന്നവർ, ബുദ്ധിമാന്മാർ, മിടുമിടുക്കന്മാർ, മനുഷ്യജന്മം എന്തിനാണെന്ന് അറിയുന്നവരാണ് കുശലന്മാർ. അല്ലെങ്കിൽ ബന്ധകാരണമായിരിക്കുന്ന ഈ സംസാരത്തെ തന്നെ മോക്ഷത്തിനായി ഉപയോഗിക്കുന്ന മിടുമിടുക്കന്മാരാണ് കുശലന്മാർ. അപ്പോ എന്താണ് കൗശലം? ഭഗവാനെ ആശ്രയിക്കൽ തന്നെയാണ് കൗശലം. ഭഗവാനെ ആശ്രയിക്കുന്നതിലും വലിയ കൗശലം വേറെയില്ല. സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന, സംസാരത്തിൽ നിന്ന് പുറത്ത് രക്ഷപ്പെട്ടു നിൽക്കുന്ന, കരയിൽ നിൽക്കുന്ന ഭഗവാനെ ആശ്രയിക്കലല്ലാതെ വേറെ ഈ ഇതിന്റെ അകത്ത് കിടക്കുന്ന ആളുകളെയൊന്നും ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല, അല്ലേ? തറയിൽ പിടിച്ച് തൂങ്ങിയവരുടെ കുതി പിടിച്ച് തൂങ്ങിയിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇതിൽ നിന്ന് മുക്തനായിരിക്കുന്ന ഭഗവാനെ തന്നെയാണ് ശരണം പ്രാപിക്കേണ്ടത്. അത് അറിയുന്നവരാണ് കുശലന്മാർ. അതാണ് കുശലന്മാരായിട്ടുള്ളവർ തം ത്വാം അർച്ചന്തി, ആ അങ്ങയെ അർച്ചിക്കുന്നു. അങ്ങാരാണ്? ബന്ധമോക്ഷങ്ങളുടെ ഈശ്വരനാണ്. ലോകത്തിലെ എല്ലാവർക്കും മോക്ഷത്തെ കൊടുക്കാൻ ശക്തിയുള്ളവനായിട്ടുള്ള അങ്ങയെ തന്നെയാണ് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ, അങ്ങയുടെ മഹിമയെ അറിയുന്ന സാമർഥ്യമുള്ള ആളുകൾ അങ്ങയെ തന്നെ പൂജിക്കുന്നു. ഗുണമയ്യാ സ്വശക്ത്യാസ്യ സർഗസ്ഥിത്യപ്യയാൻ വിഭോ ധൽസേ യദാ സ്വദൃഗ്ഭൂമൻ ബ്രഹ്മ വിഷ്ണു ശിവാഭിധാം. ഗുണമയ്യാ സ്വശക്ത്യാസ്യ സർഗസ്ഥിത്യപ്യയാൻ വിഭോ ധൽസേ യദാ സ്വദൃഗ്ഭൂമൻ ബ്രഹ്മ വിഷ്ണു ശിവാഭിധാം. വളരെ പ്രധാനമായിട്ടുള്ള ശ്ലോകം. എന്താണ്? ഹേ ഭഗവാനെ, അങ്ങ് തന്നെ എല്ലാം അറിയുന്ന സാക്ഷിയാണ്, സ്വദൃക്കാണ്. ഭൂമൻ, അല്ലയോ വലിയവനെ, സർവവ്യാപകനായിരിക്കുന്നവനെ, എല്ലാമായിരിക്കുന്നവനെ, ഭൂമൻ, എല്ലാറ്റിനും സാക്ഷിയും സ്വയം സാക്ഷിയും, തന്നെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ സ്വരൂപം അറിയുന്നവൻ സ്വദൃക്ക്, സ്വയം ദർശിക്കുന്നവൻ, സ്വയം തന്റെ സ്വരൂപം ആത്മസ്വരൂപം എന്തെന്ന് അറിയുന്നവൻ, ആത്മസ്വരൂപത്തിൽ വിസ്മൃതിയില്ലാത്തവൻ, അതാണ് സ്വദൃക്ക്. അങ്ങനെയുള്ള ഭൂമാവായിരിക്കുന്ന അങ്ങ് അസ്യ സർഗസ്ഥിത്യപ്യയാൻ യഥാ ധൽസേ. അസ്യ എന്ന് പറയുമ്പോൾ അസ്യ ജഗതഃ, ഈ ലോകത്തിന്റെ സർഗം സ്ഥിതി അപ്യയം. സർഗം സൃഷ്ടി, സ്ഥിതി പരിപാലനം, അപ്യയം ലയം നാശം. ഈ കാര്യങ്ങളെ യഥാ ധൽസേ, എപ്പോഴാണോ ധരിക്കാൻ ആഗ്രഹിക്കുന്നത്, ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങ് ചെയ്യുവാനായിട്ട് ഇതിനെ ധാതും ഇച്ഛസി എന്നുള്ള അർത്ഥത്തിലാണ് ദൽസേ എന്നുള്ളതായിട്ട് ശബ്ദം. എപ്പോൾ അങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അപ്പൊ എന്ത് ചെയ്യുന്നു? ഗുണമയ്യ സ്വശക്തിയ ബ്രഹ്മവിഷ്ണു ശിവാഭിധാം ദൽസേ. ഗുണമയ്യ സ്വശക്തിയ, ഗുണസ്വരൂപിണിയായ അങ്ങയുടെ ശക്തി കൊണ്ട്, സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങളോടുകൂടിയ ഭഗവാന്റെ ശക്തി ഏതാണ്? മായ. അപ്പൊ ഭഗവാന്റെ ആ മായാശക്തി കൊണ്ട് ബ്രഹ്മ വിഷ്ണു ശിവ അഭിധാം ദൽസേ. ബ്രഹ്മാവ് സൃഷ്ടികർത്താവായി രജോ ഗുണം സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മദേവനെന്നും, സത്വഗുണം കൊണ്ട് വിഷ്ണു എന്നും, സ്ഥിതി കാരണത്തിനായിക്കൊണ്ട് വിഷ്ണുവെന്നും,
സംഹാരത്തിനായിക്കൊണ്ട് തമോ ഗുണം സ്വീകരിച്ചുകൊണ്ട് ശിവ എന്ന ശബ്ദത്തെയും അഭിതകളെയും നാമങ്ങളെയും ദൽസേ, വാസ്തവത്തിൽ ഏകനായ അങ്ങ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിക്കൊണ്ട് 3 ഗുണങ്ങളെ സ്വീകരിച്ച് 3 വേഷം കെട്ടുന്നു. ഒരേ ആള് തന്നെയാണ് 3 വേഷങ്ങളെ കെട്ടുന്നത്. ഒരാള് എന്താ പറയുക, ചുവന്ന വേഷം, മറ്റൊരാള് പച്ച വേഷം, വേറൊരാള് വെളുത്ത വേഷം. അപ്പൊ എന്തായാലും ഒരേ ആള് തന്നെയാണ് ഈ 3 ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് 3 വേഷങ്ങളെ കെട്ടുന്നത്. അപ്പൊ ഇവിടെ ആരായിട്ടാണ് ഭഗവാനെ സ്തുതിച്ചിരിക്കണം? മഹാദേവനെ വെറുമൊരു ദേവതാഭാവത്തിലല്ല സ്തുതിക്കുന്നത്, പരമാത്മഭാവത്തിൽ തന്നെയാണ് സ്തുതിക്കുന്നത്. മുമ്പ് നാരായണനെ എങ്ങനെ സ്തുതിച്ചുവോ അതേപോലെ തന്നെയാണ് ഇവിടെ മഹാദേവനെയും സ്തുതിക്കുന്നത്. അങ്ങ് തന്നെയാണ് ത്രിമൂർത്തികളും, അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ത്വം ബ്രഹ്മ പരമം ഗുഹ്യം സദസദ്ഭാവഭാവനഃ നാനാശക്തിഭിരാബാധഃ ത്വമാത്മാ ജഗദീശ്വരഃ. ത്വം ബ്രഹ്മ പരമം ഗുഹ്യം സദസദ്ഭാവഭാവനഃ നാനാശക്തിഭിരാബാധഃ ത്വമാത്മാ ജഗദീശ്വരഃ. അപ്പൊ അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവ്, അഥവാ 3 ഗുണങ്ങളോടുകൂടിയ ഗുണാഭിമാനികളായിരിക്കുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ. ഇനി അങ്ങ് തന്നെയാണ് നിർഗുണനായിരിക്കുന്ന പരബ്രഹ്മവും. പരബ്രഹ്മം തന്നെയാണ് ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഉള്ളപ്പോൾ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സഗുണനായി ഭവിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളില്ലാത്തപ്പോ നിർഗുണനായിരിക്കുന്നു. അപ്പൊ നിർഗുണനും സഗുണനും അങ്ങ് തന്നെയാണ്. ഇവിടെ ത്വം ബ്രഹ്മ പരമം ഗുഹ്യം, അങ്ങ് ആ പരമരഹസ്യമായിരിക്കുന്ന ബ്രഹ്മമാകുന്നു. അങ്ങ് തന്നെയാണ് വേദങ്ങളിലെല്ലാം രഹസ്യമായി പ്രതിപാദിച്ചിരിക്കുന്ന, രഹസ്യം എന്ന് പറഞ്ഞാൽ എത്ര കേട്ടാലും മന്ദബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത്. മന്ദബുദ്ധികൾക്ക് എന്താണ് ബ്രഹ്മമെന്ന് അറിയാൻ കഴിയില്ല. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഒരു എന്താ പറയുക വിറക് കൊടുത്താൽ അതിൽ നിന്ന് അഗ്നിയെ കാണാനും അഗ്നിയെ ആവഹിക്കാനും കഴിയണമെങ്കിൽ അതിലൊരു ദർശനം വേണം, അതിലൊരു ബുദ്ധി വേണം. നെയ്യ് വേണം എന്ന് പറഞ്ഞാല് പാല് കൊടുത്താൽ ആ പാലുപയോഗിച്ച് നെയ്യുണ്ടാക്കാൻ അറിയണം. പാലിൽ മുഴുവൻ നെയ്യ് വ്യാപിച്ചിരിക്കുന്നു എന്ന് കാണാനുള്ള കണ്ണ് വേണം. അല്ലാതെ നെയ്യ് പാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നറിയാത്ത മൂഢന്മാരുടെ അടുത്ത് നെയ്യിന് പകരം പാല് കൊടുത്താൽ അവർക്ക് നെയ്യ് കിട്ടാൻ പോകുന്നില്ല, നെയ്യിന്റെ പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്ന, പെട്ടെന്ന് നശിച്ചു പോകുന്ന ഈ പാലിൽ നിന്ന് തന്നെയാണ് എത്ര കാലം കഴിഞ്ഞാലും കേടുവരാത്ത നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നും കൂടെ വിവേകം ഉണ്ടാവണം. അല്ലേ? നെയ്യ് എന്ന് പറഞ്ഞ സാധനം ശരിക്കുണ്ടാക്കിയാൽ അതിൽ ജലാംശം ഒട്ടുമില്ലാതെ അത് വറ്റിച്ചെടുത്താൽ തീർച്ചയായിട്ടും എത്ര കാലം വേണമെങ്കിലും അത് സൂക്ഷിക്കാം. നെയ്യിന് മാത്രം എക്സ്പയറി ഡേറ്റ് ഇല്ല. ഒറിജിനൽ നല്ല നെയ്യിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. ബാക്കി എല്ലാ ഫുഡ് പ്രോഡക്ട്സിനും, തേനിനും ഒറിജിനൽ തേനാണെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഇല്ല. ഇപ്പൊക്കെ നമ്മൾ ബോട്ടിൽ വാങ്ങിക്കുന്ന തേനുകളൊക്കെ അതിൽ പല കൃത്രിമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എക്സ്പയറി ഡേറ്റ് ഇട്ടിട്ടുണ്ടാവും. ഒറിജിനൽ തേനും ഒറിജിനൽ നെയ്യും, നല്ല നെയ്യും, അത് യു ക്യാൻ യൂസ് ഇറ്റ് എറ്റേണലി. എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാം. തൃശ്ശൂർ വടക്കുന്നാഥന്റെ അവിടെ അല്ലേ ഭഗവാൻ അഭിഷേകം ചെയ്തിരിക്കുന്ന നെയ്യ് അതിങ്ങനെ മല പോലെ കൂടി 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 കിടക്കുകയാണ്. അത് കട്ടിയായിട്ട് കല്ലുപോലെ ആയിട്ടുണ്ട്. അതിനൊരു കേടുമില്ല. അതിൽ പുഴുവരിക്കുന്നില്ല, അതിൽ പൂപ്പൽ വരുന്നില്ല, നാറുന്നില്ല. കാലാകാലങ്ങളായിട്ട് അതവിടെ സുരക്ഷിതമാണ്. ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് ആ മല ഇടിഞ്ഞു എന്ന് കേട്ടു. നമ്മൾ കുറച്ച് ഭാഗം അടർന്നു പോയി. അത് അതിലുള്ള എന്തെങ്കിലും കൃത്രിമങ്ങൾ കയറിയിട്ടുണ്ടാവും. കൃത്രിമമുള്ള നെയ്യ് കയറിയാൽ തീർച്ചയായിട്ടും അത് ഈ ചൂടുണ്ടാകുമ്പോൾ
ഉരുകുക ഇതൊക്കെ ചെയ്ത് ഇടിഞ്ഞു വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. പറഞ്ഞു വന്നത്, പാല് കണ്ടാൽ നെയ്യ് കാണാൻ കഴിയണം. നശ്വരമായ പാലിൽ നിന്ന്, പെട്ടെന്ന് പിരിഞ്ഞു പോകുന്ന പാലിൽ നിന്ന് ഒരിക്കലും കേടുവരാത്ത അനശ്വരമായിട്ടുള്ള നെയ്യ്. അതുപോലെയാണ് ഈ കാണുന്ന പിരിഞ്ഞു പോകുന്ന പാലാണ് ഈ പ്രപഞ്ചം. അതിൽ പിരിയാത്ത, കേടുവരാത്ത സത്തയാണ് ഈ ഭഗവാൻ മഹാദേവൻ, ഈശ്വരൻ, പരബ്രഹ്മം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ത്വം ബ്രഹ്മ പരമം ഗുഹ്യം സദസദ്ഭാവഭാവനഃ. സത്ത്, അസത്ത് മുതലായവയെ ഭാവിപ്പിക്കുന്നതിൽ പ്രവർത്തിക്കുന്നവൻ, ഉത്ഭവിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. സദസദ്ഭാവ, സദസത്തുക്കളായ ഭാവങ്ങളെ ഭവിപ്പിക്കുന്നവൻ ഭാവനൻ. സദ്ഭാവത്തെയും അസദ്ഭാവത്തെയും ഉണ്ടാക്കുന്നവൻ കാലസ്വരൂപനും ആണ്. സത്തും അസത്തിനെയും ഭവിപ്പിക്കുന്നവൻ, ഉത്ഭവിപ്പിക്കുന്നവൻ. അങ്ങനെയുള്ള ജഗതീശ്വര, ജഗത്തുക്കളുടെ മുഴുവൻ നിയന്താവാണ് അങ്ങ്. ആത്മാ, എല്ലാറ്റിന്റെയും ആത്മാവാണ്, അസ്തിത്വമാണ്. അങ്ങനെയുള്ള അങ്ങ് നാനാശക്തിഭിഹി ആബാധഃ, അങ്ങയുടെ വിവിധ ശക്തികളെ കൊണ്ട് നല്ലതുപോലെ പ്രകാശിക്കുന്നു. ആബാധഃ എന്ന് പറഞ്ഞാൽ ആസമന്താത് ബാധി എന്നുള്ള അർത്ഥത്തിലാണ്. നല്ലതുപോലെ പ്രകാശിക്കുന്നവനാണ് ഭഗവാൻ. അപ്പൊ എല്ലായിടത്തും വിവിധ ശക്തികളെ കൊണ്ട്, ഭഗവാന്റെ വിവിധ നാമരൂപാത്മകങ്ങളായ ഭാവങ്ങളെ കൊണ്ട് പ്രകാശിക്കുന്നു എന്ന് താല്പര്യം. അങ്ങനെയുള്ള അങ്ങ് വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന പരമരഹസ്യമായിരിക്കുന്ന ബ്രഹ്മമാകുന്നു. അപ്പോ വേദങ്ങളിലെ പ്രതിപാദ്യമായ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമായിരിക്കുന്ന, പ്രപഞ്ചമില്ലാത്തപ്പോൾ കാരണരഹിതമായിരിക്കുന്ന, കാര്യകാരണ വിലക്ഷണമായിരിക്കുന്ന, എല്ലാറ്റിനും അതീതമായിരിക്കുന്ന ആ പരബ്രഹ്മം അങ്ങ് തന്നെയാകുന്നു. ഇവിടെ മഹാദേവനെ ഒരു നിസ്സാരനായിട്ടുള്ള ഒരു ദേവതയായിട്ടല്ല, സാക്ഷാൽ പരബ്രഹ്മമായിട്ട് തന്നെ, ജഗത് കാരണമായിട്ടും ബ്രഹ്മാവിഷ്ണു മഹേശ്വര മൂർത്തികളായിട്ടും എല്ലാമായിട്ടും തന്നെയാണ് സ്തുതിക്കുന്നത്. ചിന്തിക്കുക. ത്വം ബ്രഹ്മ പരമം ഗുഹ്യം സതസദ്ഭാവഭാവനഃ നാനാശക്തിഭിരാബാധസ്ത്വമാത്മാ ജഗദീശ്വരഃ. അപ്പൊ ഇതും ഭഗവാൻ തന്നെയാണ്. ഏതൊരു ഭഗവാനാണോ പാലാഴി മദനത്തിന് നിർദ്ദേശിച്ചത്, ഏതൊരു ഭഗവാനാണോ മന്ദരപർവ്വതം കൊണ്ടക്കൊടുത്തത്, ഏതൊരു ഭഗവാനാണോ കൂർമാകൃതി പൂണ്ട് മന്ദരത്തെ പൊക്കിപ്പിടിച്ചു നിൽക്കുന്നത്, ഏതൊരു ഭഗവാനാണോ മന്ദരത്തെ മുകളിൽ നിന്ന് താഴ്ത്തിപ്പിടിച്ചിരിക്കുന്നത്, ഏതൊരു ഭഗവാനാണോ ദേവാസുര വാസുകികളുടെയൊക്കെ ഉള്ളിൽ പ്രവേശിച്ച് അവർക്കൊക്കെ ശക്തിയായി വ്യാപിച്ചിരിക്കുന്നത്, ഏതൊരു ഭഗവാനാണോ മറ്റൊരു പർവ്വതം പോലെ ഈ പർവ്വതത്തിന്റെ സമീപം നിന്നുകൊണ്ട് തന്റെ അനേക കൈകളെ കൊണ്ട് ഈ മദനം ചെയ്യുന്നത്, ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ കൈലാസത്തിലും പരമേശ്വരനായി മഹാദേവനായി ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്നത്. അപ്പൊ കാളകൂട വിഷം കഴിച്ചതാരാണ്? അതും ഭഗവാൻ തന്നെ, ഒരേ ഭഗവാൻ തന്നെ. ഇതേ ഭഗവാൻ തന്നെയാണ് വിവിധ വേഷങ്ങളെ കെട്ടി വരാനിരിക്കുന്നത്. ഇതേ ഭഗവാൻ തന്നെ ലോകത്തിൽ വിവിധ ശക്തികളായി, വിവിധ വിഭൂതികളായി, കാമധേനുവായി, ഉച്ചൈ സ്രവസ്സായി, ഭഗവാൻ അതൊക്കെ ഗീതയിൽ തന്റെ വിഭൂതി യോഗത്തിൽ പറയുമല്ലോ, അല്ലേ? എന്താണ് ഉച്ചൈ സ്രവസം അശ്വാനാം? ഉച്ചൈ സ്രവസാണ് ഞാൻ അശ്വങ്ങളിൽ വെച്ച്, ഐരാവതം ഗജാനാം ച, ഗജങ്ങളിൽ ഞാൻ ഐരാവതമാകുന്നു, പശുക്കളിൽ കാമധേനു സുരഭിയാകുന്നു ഞാൻ എന്നൊക്കെ ഗീതയിലും ഇനി ഏകാദശ സ്കന്ധത്തില് ഭഗവാൻ ഉദ്ധവൻ ഉപദേശിക്കുമ്പോൾ അവിടെയൊക്കെ പറയും. അപ്പൊ ഈ പാലാഴിയിൽ നിന്ന് പൊങ്ങി വരുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ വിഭൂതികളാണ്, ഭഗവാന്റെ വിവിധ ശക്തികളാണ്. ഈ കാളകൂട വിഷവും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ചെറിയൊരു അംശമാണ് ഈ കാളകൂട വിഷവും. അതുകൊണ്ടാണ് ഭഗവാൻ അതിനെ കുടിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ലാതിരുന്നത്. താൻ തന്നെ ആയതുകൊണ്ട്, തന്നിൽ നിന്ന് ഭിന്നമല്ലാത്തതുകൊണ്ട് തനിക്ക് അതിനെ ഒന്നാക്കി തീർക്കാൻ, ദഹിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. ഒരു വസ്തുവിന്, അല്ലെ, അന്യമായിട്ടുള്ളൊരു വസ്തുവിനെ ലയിപ്പിക്കാൻ പ്രയാസമാണ്. നമുക്ക് അന്യവസ്തുക്കള് നമ്മുടെ ശരീരത്തിലേക്ക് ദഹിപ്പിക്കാൻ ചേരാത്ത വസ്തുക്കൾ ഒരിക്കലും ദഹിക്കില്ല.
എന്നാൽ ഈ ശരീരത്തിൽ ഉള്ള ധാതുക്കളുമായി ചേരുന്ന വസ്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെയും ദഹിപ്പിക്കാം. ഭഗവാന് കാളകൂട വിഷം ഭക്ഷിക്കാൻ കഴിഞ്ഞത് ഭഗവാൻ അതിൽ നിന്ന് ഭിന്നനല്ലാത്തത് കൊണ്ടാണ്. കാളകൂടവും ഭഗവാന്റെ അംശമാണ്. അത് കുടിച്ച മഹാദേവനും ഭഗവാൻ തന്നെ. ഇങ്ങനെ എല്ലാം ഭഗവാനായിട്ട് ദർശിപ്പിക്കുന്നതായിട്ടുള്ളൊരു ഒരു ലീലയാണ് ഈ പാലാഴി മദനം. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ത്വം ശബ്ദജോനിർജഗദാദിരാത്മാ പ്രാണേന്ദ്രിയദ്രവ്യഗുണസ്വഭാവഃ കാലക്രതുഃസത്യം മൃദം ച ധർമ്മഃ ത്വയി അക്ഷരം യത്രിവൃതാമനന്തി. ത്വം ശബ്ദജോനിർജഗദാദിരാത്മാ പ്രാണേന്ദ്രിയദ്രവ്യഗുണസ്വഭാവഃ കാലക്രതുഃസത്യം മൃദം ച ധർമ്മഃ ത്വയി അക്ഷരം യത്രിവൃതാമനന്തി. ത്വം ശബ്ദയോനിഹി. ശബ്ദയോനി എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ യോനി. ഇവിടെ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദം. വേദത്തെ ശബ്ദപ്രമാണം എന്നാ പറയുക. അപ്പൊ ഈശ്വരന്റെ ശബ്ദം തന്നെയാണത് വേദം. അപ്പൊ അതിന്റെ യോനി എന്ന് പറഞ്ഞാൽ പ്രഭവസ്ഥാനം. അപ്പൊ ശബ്ദപ്രമാണമായ വേദം ആരിൽ നിന്നുണ്ടായോ അവൻ ശബ്ദയോനി. ഇപ്പൊ ഭഗവാൻ തന്നെയാണ് വേദങ്ങളുടെ മുഴുവൻ ഉൽപ്പത്തി സ്ഥാനം. എന്തുകൊണ്ട്? ഭഗവാൻ സ്വയം ജ്ഞാനസ്വരൂപനാണ്. പ്രജ്ഞാനം ബ്രഹ്മ, ബോധസ്വരൂപനാണ്, സർവജ്ഞനുമാണ്. സർവജ്ഞനായ ഭഗവാന്റെ ആ സർവജ്ഞതയുടെ പ്രകാശമാണ് വേദങ്ങളെല്ലാം. അതിന്റെ ചെറിയ സ്ഫുരണങ്ങളാണ്. മനുഷ്യന്മാർക്ക് ആവശ്യമായിട്ടുള്ള അറിവ് സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ പകർന്നു തന്നിരിക്കുകയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനിയും കൂടുതൽ നമ്മൾ ഏതൊക്കെ ആവശ്യം വരണോ അന്വേഷിച്ചാൽ അതുമൊക്കെ ഭഗവാൻ തരും. വേണ്ടതൊക്കെ തന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനുവേണ്ടി ദാഹിച്ച് അതിനുവേണ്ടി പ്രയത്നം ചെയ്താൽ എല്ലാ അറിവും തരും. ഇപ്പൊ സാമാന്യമായിട്ട് തന്നിരിക്കുകയാണ് അല്ലെ? വേദങ്ങളിലൂടെ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടും കുറെ കാര്യങ്ങൾ ചുരുക്കിയുമായിട്ട് സാമാന്യമായിട്ട് ഈ ലോകത്തിന്റെ സ്വഭാവവും നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെ വ്യവഹരിക്കണം എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളും പരമാർത്ഥ തത്വവും എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നു. ആവശ്യമുള്ളവർ അതിനെ തന്നെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ വിചാരം ചെയ്തു കഴിഞ്ഞാൽ, മനനം ചെയ്തു കഴിഞ്ഞാൽ ആ ഓരോ മന്ത്രങ്ങളും അവർക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഡീപ്പായിട്ടുള്ള വിസ്തരിച്ചതായിട്ടുള്ള അറിവിനെ കൊടുക്കും. ഓരോരുത്തർക്കും അവരവരെ ഏത് രീതിയിൽ ചിന്തിക്കുന്നു ആ രീതിയിൽ. ഇപ്പൊ സാഖ്യന്മാര്, നൈയായികന്മാര്, വൈശേഷികന്മാര്, കർമ്മകാണ്ഡം മുഖ്യമായിട്ട് കരുതുന്നവർ പൂർവമീമാംസകന്മാരെന്ന് പറയും. അതുപോലെ ഉത്തരമീമാംസകന്മാരെന്ന് പറയുന്ന വേദാന്തികള്, ഇവർ ഓരോരുത്തരും വേദത്തെ തന്നെയാണ് വിചാരം ചെയ്തത്. അവർ ഓരോരുത്തരും വേദത്തെ വിചാരം ചെയ്ത് അതില് ഓരോരോ ഭാഗങ്ങളെ, ഓരോ അംശങ്ങളെ സ്പെഷ്യലൈസ് ചെയ്തു. ജനറലായിട്ട് MBBS പഠിച്ചിട്ട് പിന്നീട് MD ഓരോ വിഷയങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന പോലെയാണ് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ ആഴത്തിലും പരപ്പിലും പഠിക്കാനായിക്കൊണ്ട് പരീക്ഷണങ്ങൾ ചെയ്തവരാണ് സാഖ്യന്മാര്, നൈയായികന്മാര്, വൈശേഷികന്മാര്, യോഗികള്, പൂർവമീമാംസകന്മാര്, ഉത്തരമീമാംസകന്മാരെന്ന വേദാന്തികൾ. ഈ 6 കൂട്ടരും ഓരോ ദർശനങ്ങളാണ് അല്ലെ? ഷഡ് ദർശനങ്ങൾ. ആ ഷഡ് ദർശനങ്ങൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? വേദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ 6 കൂട്ടരും ആസ്തികന്മാരാണ്. നാസ്തികന്മാരെന്ന് പറഞ്ഞാൽ വേദത്തെ പ്രമാണമായി അംഗീകരിക്കുന്നവർ. വേദം പരമപ്രമാണമായി അംഗീകരിക്കുന്നവരാണ് ഈ 6 കൂട്ടരും. അവരെയാണ് ആസ്തികന്മാരെന്ന് പറയുന്നത്. അപ്പൊ അവർക്കൊക്കെ റിസർച്ച് വിഷയം വേദം തന്നെയാണ്. ഇനിയും കൂടുതൽ റിസർച്ച് ചെയ്താൽ അതിൽ നിന്ന് അല്ലെ മറ്റ് അതിന്റെ ഉപവേദങ്ങളായ ആയുർവേദം, ധനുർവേദം, സ്ഥാപത്യവേദം, ഗാന്ധർവവേദം,
ഇതൊക്കെ റിസർച്ച് ചെയ്തെടുക്കാം. ഇതിന്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയാൽ മറ്റ് സ്പേസ് സയൻസിലേക്കും ജ്യോതിഷത്തിലേക്ക്, ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം മുതലായ ആ വേദാംഗങ്ങളിലൂടെ പോയാൽ സയന്റിസ്റ്റുകളായിട്ട് മാറാം. ഓരോ രംഗത്തും പ്രഗത്ഭരായ സയന്റിസ്റ്റുകളായിട്ട് മാറാം. അന്വേഷണത്തിന്റെ ബേസിസ് എല്ലാം വേണ്ടത് വേദത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ സർവജ്ഞനായിട്ടുള്ള ഭഗവാന്റെ, ഈശ്വരന്റെ സർവജ്ഞതയുടെ സ്ഫുലിംഗങ്ങളാണ്, സ്ഫുരണങ്ങളാണ് വേദമന്ത്രങ്ങൾ. അതിനെ കൂടുതൽ കൂടുതൽ വിചാരം ചെയ്യും തോറും ആ വിചാരശീലന്മാർക്ക് അതിൽ നിന്ന് കൂടുതൽ അറിവ് നേടിയെടുക്കാൻ പറ്റും. ഒട്ടും തിരിഞ്ഞു നോക്കാത്തവർ മന്ദബുദ്ധികളായിട്ട് തന്നെ ഇരിക്കാം. എല്ലാ കാലത്തും വേദത്തെ നിന്ദിക്കുകയും വേദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആശയങ്ങളെ, ദർശനങ്ങളെ ഒക്കെ പരിഹസിച്ചുകൊണ്ടും നിന്ദിച്ചുകൊണ്ടും കഴിയുന്നവർക്ക് എന്നും മൂഢന്മാരായി കഴിയാം, മൂഢശിരോമണികളായിട്ട് കഴിയാം. അപ്പോൾ ഈ ലോകത്തിലുള്ള സകല അറിവുകളുടെയും ഉറവിടമാണ് വേദങ്ങൾ. ആ വേദങ്ങൾ ആരിൽ നിന്നുത്ഭവിച്ചുവോ അവൻ ശബ്ദയോനിഹി. ത്വം ശബ്ദയോനിഹി ജഗദാദിഹി. അങ്ങ് ജഗദാദിയാണ്. ജഗദാദി എന്ന് പറഞ്ഞാൽ ജഗത്തിന്റെ ആദി. ഈ കാണുന്ന മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജഗത്തിന് മൂലകാരണമായിരിക്കുന്നവൻ. അപ്പോ ഭഗവാൻ ആദ്യം തന്നെ പ്രകടിപ്പിച്ചത് വേദങ്ങളായിട്ടാണ്. അത് ശബ്ദരൂപത്തിലാണ്. അത് കഴിഞ്ഞ് കാണപ്പെടുന്നതായിട്ടുള്ള ജഗദാദി എന്നുള്ളത് കൊണ്ട് ഇവിടെ മഹത്തത്വം എന്നും വേണമെങ്കിൽ എടുക്കാം. ജഗത്തിന്റെ ആദി മഹത്തത്വമാണ്. മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരതത്വം, അഹങ്കാരത്തിൽ നിന്ന് സത്വം, രജസ്, തമസ് എന്നുള്ള 3 വിധ അഹങ്കാരങ്ങൾ. ആ അഹങ്കാരങ്ങളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രിയങ്ങൾ, ദേവതകൾ എല്ലാം തിരിച്ചു വന്നുവല്ലോ. അപ്പൊ അത് തന്നെയാണ് ജഗദാദി എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് മഹത്തത്വം. ഇനി പ്രാണേന്ദ്രിയ ദ്രവ്യ ഗുണ സ്വഭാവ. പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ എന്നീ സ്വഭാവത്തോടു കൂടിയവൻ. അപ്പൊ പഞ്ചപ്രാണൻ ഭഗവാനിൽ നിന്നാണ്, ഇന്ദ്രിയ ശക്തികൾ ഭഗവാനിൽ നിന്നാണ്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം മുതലായ ഗുണങ്ങൾ ഭഗവാനിൽ നിന്നാണ്. എല്ലാം അങ്ങയിൽ നിന്നാണ്. അങ്ങ് തന്നെയാണ്, അങ്ങയുടെ സ്വഭാവം തന്നെയാണ് ഇതെല്ലാം. ആത്മാ, അതിലുള്ള അഹങ്കാര തത്വം. ആത്മാ ശബ്ദം കൊണ്ടിവിടെ അഹങ്കാരം. കാലഹ, ഈ ലോകത്തെ പരിണമിപ്പിക്കുന്നതായിട്ടുള്ള മറ്റൊരു ഭഗവാന്റെ ശക്തിയാണ് കാലഹ. ക്രതുഹു, ക്രതു യാഗങ്ങൾ, യജ്ഞങ്ങൾ. ഒരു മിനിറ്റ്. ഹരിയോം. അപ്പം പ്രാണ ഇന്ദ്രിയ ദ്രവ്യ ഗുണസ്വഭാവ കാലഹ ക്രതുഹു. ക്രതു എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ, യജ്ഞങ്ങൾ, ക്രിയകൾ, പൂജകൾ എല്ലാം ക്രതു ശബ്ദത്തിൽ. അപ്പൊ കർമ്മം എന്നുള്ള അർത്ഥത്തിൽ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ തന്നെയാണ്. സത്യം, എല്ലാറ്റിനും ആത്യന്തികമായിട്ടുള്ള സത്യം, അല്ലെങ്കിൽ സത്യം എന്നുള്ള മൂല്യവും ഭഗവാൻ തന്നെയാണ്. സത്യം എന്നുള്ള വാല്യൂ, ട്രൂത്ത് എന്നുള്ളതായിട്ടുള്ള വാല്യൂ, അതും ഭഗവാൻ തന്നെയാണ്. ഋതം എന്ന് പറഞ്ഞാല് ധർമ്മം. ആ സത്യത്തെ ഭാഷണം ചെയ്യുന്നതിനെയും ഋതം എന്ന് പറയും. സത്യം, ഋതം. വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്നത് ഋതം എന്ന് പറയുന്നത്. ആത്യന്തികമായിട്ടുള്ളത് സത്യം. അപ്പൊ സത്യവും ഋതവും അങ്ങ് തന്നെയാകുന്നു. ഇനി ത്വം ത്രിവൃത്ത് അക്ഷരം. ധർമ്മവും അങ്ങ് തന്നെയാണ്. സത്യം, ഋതം ച ധർമ്മ. ധർമ്മം, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആശ്രയമായിട്ടുള്ള നിയമങ്ങൾ, എല്ലാവരാലും അനുഷ്ഠിക്കപ്പെടുന്നതായിട്ടുള്ള ധർമ്മങ്ങൾ, ഇതെല്ലാം അങ്ങ് തന്നെയാകുന്നു. ധർമ്മ ത്വയി അക്ഷരം യത് ത്രിവൃത് ആമനന്തി. ത്രിഗുണാത്മകമായിട്ടുള്ള എന്താ പറയുക, അക്ഷരമായ വസ്തു എന്ന് യാതൊന്നിനെ പറയുന്നു, അത് അങ്ങയിൽ തന്നെയാകുന്നു എന്നർത്ഥം.
ത്രിവൃത്തായിരിക്കുന്ന അക്ഷരം. അവിടെ ത്രിവൃത്തായിരിക്കുന്ന അക്ഷരം എന്നുള്ളതിന് പ്രണവം എന്നുള്ള അർത്ഥമുണ്ട്, ഓങ്കാരം എന്നുള്ളതായിട്ടുള്ള അർത്ഥം. അകാര ഉകാര മകാരങ്ങൾ ചേർന്നിരിക്കുന്നതായിട്ടുള്ള ആ പ്രണവവും അങ്ങയിൽ തന്നെയാണ്, അങ്ങ് തന്നെയാണെന്ന് പറയപ്പെടുന്നു. ഇനി നാശരഹിതമായിരിക്കുന്നത് എന്ന് അക്ഷരത്തിന് അർത്ഥമെടുക്കുമ്പോൾ 3 പ്രകാരത്തിലുള്ള 3 ഗുണങ്ങൾക്ക് ആധാരമായിരിക്കുന്ന പ്രധാനം എന്ന് പറയുന്നതായിട്ടുള്ള പ്രകൃതി, ആ പ്രകൃതിയും അങ്ങ് തന്നെയാകുന്നു എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. അപ്പൊ എന്തായാലും വ്യത്യസ്തങ്ങളായി പല നാമരൂപങ്ങളാൽ അറിയപ്പെടുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം തന്നെ അങ്ങ് തന്നെയാകുന്നു എന്നാണ് പറയുന്നതിന്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് ഈ പറയുന്ന നാനാത്വമൊന്നും ഇല്ല. വേദങ്ങളടക്കം ഏതെല്ലാം വസ്തുക്കളെ കൊണ്ട്, ഏതെല്ലാം തത്വങ്ങളെ കൊണ്ടാണോ ഈ ലോകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, എല്ലാം തന്നെ ഈശ്വരന്റെ, ഭഗവാന്റെ അംശങ്ങളാകുന്നു, വിഭൂതികളാകുന്നു. ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നുമില്ല. ഈ സത്യത്തെ വിരാട് പുരുഷനായ ഭഗവാനിൽ ഉറപ്പിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ് ഈ വിരാട്ടായിരിക്കുന്നത്. വിരാട്ട് എന്നാൽ വിവിധമായി രാജിക്കുന്നത്, പലതായി പ്രകാശിക്കുന്നത്. അപ്പൊ എന്തെല്ലാം നിങ്ങൾ എൻസൈക്ലോപീഡിയയിലുള്ള ഏതൊരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ടും ഇത് എന്താന്ന് ചോദിച്ചാൽ അത് ആത്യന്തികമായിട്ട് ഈശ്വരനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യവഹാരത്തിൽ അതിന് പേരുകൾ, അർത്ഥങ്ങളൊക്കെ പറഞ്ഞു തരാം, അതിന്റെ ഉപയോഗങ്ങളൊക്കെ പറഞ്ഞു തരാം. പക്ഷേ ആത്യന്തികമായിട്ട് എന്താന്ന് ചോദിച്ചാൽ അത് ഈശ്വരനാണ്. എല്ലാ എൻസൈക്ലോപീഡിയകളും കൂടി പിഴിഞ്ഞാൽ കിട്ടുന്നത് ഈശ്വരനാണ്. അതിലുള്ള അക്ഷരങ്ങളുടെ ഒക്കെ സാരമായിരിക്കുന്നത്, ആത്യന്തികമായിരിക്കുന്നത് ഈശ്വര സത്തയാണ്. ത്വം ശബ്ദയോ നിർജഗദാദിരാത്മാ പ്രാണേന്ദ്രിയദ്രവ്യ ഗുണസ്വഭാവഃ കാലക്രതു സത്യം ഹൃദം ച ധർമ്മഃ ത്വയി അക്ഷരം യത്രിവൃതാമനന്തി അഗ്നിർമുഖം തേ അഖിലദേവതാത്മാ ക്ഷിതിം വിദുർലോകഭവാംഗ്രിപങ്കജം കാലം ഗതിം തേ അഖിലദേവതാത്മനോ ദിശശ്ച കർണൗരസനം ജലേശം. അഗ്നിർമുഖം തേ അഖിലദേവതാത്മാ ക്ഷിതിം വിദുർലോകഭവാംഗ്രിപങ്കജം കാലം ഗതിം തേ അഖിലദേവതാത്മനോ ദിശശ്ച കർണൗരസനം ജലേശം. ഭഗവാൻ തന്നെയാണ് അഖില ദേവതാത്മാ, സമസ്ത ദേവതകളുടെയും സ്വരൂപം, ആത്മാ ഭഗവാൻ തന്നെ. അപ്പൊ ഇന്ദ്രാദി ഏതൊക്കെ ദേവന്മാരുണ്ടോ 33 ദേവതകളും ഭഗവാന്റെ വിഭൂതികളാണ്, അംശങ്ങളാണ്. എല്ലാവരുടെയും ആത്മാവാരാണ്, സോഴ്സ് ആരാണ്, സത്തയാരാണ്? അത് ഭഗവാനാണ്, അഖില ദേവതാത്മ. അപ്പൊ ആ ദേവതകളിൽ ചില പ്രത്യേക ദേവതകളെ എടുത്തെടുത്ത് പറയുകയാണ്, സാമ്പിൾ നോക്കുകയാണ്. അഗ്നിദേവൻ ഭഗവാനാണോ എന്ന് ചോദിച്ചാൽ സംശയമില്ല. അഗ്നിഹി മുഖം തേ, തേ മുഖം അഗ്നിഹി. അങ്ങയുടെ മുഖത്ത്, അങ്ങയുടെ വായിൽ നിന്നല്ലേ അഗ്നി ഉണ്ടായിരിക്കുന്നത്. വിശ്വരൂപനായ വിരാട് പുരുഷനായ അങ്ങയുടെ മുഖത്ത് നിന്നാണ്, വായിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. മുഖാദഗ്നിശ്ച ഇന്ദ്രശ്ച എന്ന് പുരുഷസൂക്തം. മുഖത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. അപ്പൊ തേ മുഖം അഗ്നിഹി, വിരാട് പുരുഷന്റെ മുഖമാകുന്നു, വായയാകുന്നു അഗ്നി. അതുകൊണ്ട് അഗ്നിയിൽ ഹോമിച്ചതെല്ലാം ഭഗവാന്റെ വായിലാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലാതെ ഒന്നും പാഴാക്കി കളയുന്നില്ല. അഗ്നിയിൽ ഹോമിക്കുന്നുവോ അതാർക്ക് പോകുന്നു? അത് ഭഗവാന്റെ വായിലേക്കാ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ പ്രസാദിക്കുന്നു. അഗ്നി തേ മുഖം അഖില ദേവതാത്മാ ക്ഷിതിം വിദുർലോകഭവ അംഗ്രിപങ്കജം. ഹേ ലോകഭവ, ഭഗവാനെ സംബോധന ചെയ്യുന്നതാണ്. ലോകഭവ, ലോകങ്ങളുടെ മുഴുവൻ ഉൽപ്പത്തി സ്ഥാനമായവനെ, ലോകങ്ങളുടെ ഭവമായവനെ. ഹേ ലോകഭവ ക്ഷിതിം വിദുഹു തേ അംഗ്രിപങ്കജം. ക്ഷിതിയെ, ഭൂമിയെ അങ്ങയുടെ പാദകമലമായിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങയുടെ പാദമാണ് ഭൂമി എന്ന് പറയപ്പെടുന്നു. പാദോസ്യ വിശ്വാഭൂതാനി. അപ്പൊ അങ്ങയുടെ പാദമാകുന്നു ഭൂമി. ക്ഷിതിം വിദു തേ അംഗ്രിപങ്കജം ഹേ ലോകഭവ കാലം ഗതിം തേ അഖില ദേവതാത്മനഃ.
അഖില ദേവതാത്മനഃ, സകല ദേവതകളുടെയും ആത്മസ്വരൂപനായിരിക്കുന്ന അങ്ങയുടെ ഗതിയാണ്, അങ്ങയുടെ സഞ്ചാരമാണ്, അങ്ങയുടെ ചലനമാണ് കാലം. ഭഗവാന്റെ ഗതിയെ കാലം എന്ന് വിളിക്കുന്നു. ഭഗവാൻ സഞ്ചരിക്കുമ്പോൾ കാലം പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഭഗവാന്റെ ശക്തിയാണ് ഗതി എന്നുള്ളതിന് വേഗത, സഞ്ചാരം, ബലം എന്നൊക്കെ അർത്ഥമുണ്ട്. എല്ലാം തന്നെയാണ്. ആ കാലത്തിന് തകർക്കാൻ പറ്റാത്തതായിട്ട്, ചതച്ചരയ്ക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പൊ കാലം എന്ന ബുൾഡോസർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിയിലെല്ലാം ഞെരിഞ്ഞമർന്നു പൊക്കോളും. അപ്പൊ നല്ല ബലമുള്ളതും നല്ല വേഗതയുള്ളതും ആർക്കും തടുത്താൽ നിൽക്കാൻ പറ്റാത്തതും ആയിട്ടുള്ളതാണ് ഭഗവാന്റെ ഗതി. അപ്പൊ ഗതി കാലമാകുന്നു. ദിശശ്ച കർണൗ രസനം ജലേശം, ഭഗവാന്റെ കർണൗ രണ്ട് കർണങ്ങളാകുന്നു, ദിക്കുകൾ. ദിശഹ, ഇപ്പൊ ദിക്കുകൾ അഥവാ ആകാശം അങ്ങയുടെ രണ്ട് കാതുകളാകുന്നു. കാരണം ശബ്ദം ആണ് ആകാശത്തിന്റെ ലക്ഷണം. അത് അങ്ങയുടെ കാതുകളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. കർണൗ ദിശഹ. രസനം ജലേശം, ജലേശൻ വരുണനാണ്. അങ്ങയുടെ രസനം എന്ന് പറഞ്ഞാൽ നാവ്. നാവിൽ വെള്ളം ഉണ്ടെങ്കിലേ ഏത് രുചിയും നമുക്കറിയാൻ പറ്റുള്ളൂ. ആ നാവിലുള്ള ജലാംശം അതാരാണ്? വരുണദേവനാകുന്നു. ഭഗവാന്റെ നാവിൽ നിന്നാണ് വരുണനുണ്ടായത്. രസനം ജലേശം വിദുഹു. അപ്പൊ സകല ദേവതകളും അങ്ങ് തന്നെ എന്നുള്ളത് സ്ഥാപിക്കുകയാണ്. അതിന് എക്സാമ്പിൾസ് പറയുന്നതാണ്. ഏതാനും ചില ദേവതകളെ എടുത്തുകൊണ്ട് എല്ലാം ഭഗവാന്റെ ഇന്നന്ന അവയവങ്ങളാണ്, ഇന്നന്ന അംശങ്ങളാണ് എന്ന് എടുത്തു പറയണ്. അഗ്നിർമുഖം തേ അഖില ദേവതാത്മാ ക്ഷിതിം വിദുർലോകഭവാംഗ്രി പങ്കജം കാലം ഗതിം തേ അഖില ദേവതാത്മനോ ദിശശ്ച കർണൗ രസനം ജലേശം നാഭിർനഭസ്തേ ശ്വസനം നഭസ്വാൻ സൂര്യശ്ച ചക്ഷൂംഷി ജലം സ്മരേദഃ പരാപരാത്മാശ്രയണം തവാത്മാ സോമോ മനോദ്യൗർഭഗവൻ ശിരസ്തേ നാഭിർനഭസ്തേ ശ്വസനം നഭസ്വാൻ സൂര്യശ്ച ചക്ഷൂംഷി ജലം സ്മരേദഃ പരാപരാത്മാശ്രയണം തവാത്മാ സോമോ മനോദ്യൗർഭഗവൻ ശിരസ്തേ നാഭിഃ നഭഃ തേ തേ നാഭിഃ നഭഃ തേ നാഭിഃ അങ്ങയുടെ നാഭിദേശം, അങ്ങയുടെ പൊക്കിൾ, അതിൽ നിന്നാണ് ആകാശം ഉണ്ടായത്. നാഭ്യാ ആസീദന്തരിക്ഷം, പുരുഷസൂക്തം പറയുന്നതാണ്. നാഭ്യ ആസീദന്തരിക്ഷം, അന്തരീക്ഷം നാഭിയിൽ നിന്നാണ്. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ആകാശം എന്നുള്ള അർത്ഥത്തിൽ. ശ്വസനം നഭസ്വാൻ, ഭഗവാന്റെ ശ്വസനമാകുന്നു നഭസ്വാൻ. നഭസ്വാൻ എന്ന് പറഞ്ഞാൽ വായുവിന്റെ പര്യായമാണ്. നഭസ് എന്നുള്ളത് ആകാശമാണ്. അതിൽ വസിക്കുന്നവൻ, അതിൽ സഞ്ചരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തിലാണ് വായുവിന് നഭസ്വാൻ എന്ന് പേര്. നഭസി സ്വയതീതി നഭസ്വാൻ, നഭസിൽ സഞ്ചരിക്കുന്നവൻ, ആകാശത്തിൽ ചുറ്റിക്കറങ്ങുന്നവൻ വായു. അപ്പൊ നഭസ്വാൻ അത് ഭഗവാന്റെ ശ്വാസോച്ഛ്വാസമാണ് വായു. ഭഗവാൻ ശ്വാസം പിടിച്ചാൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. അതുപോലെ സൂര്യസ്ഥ ചക്ഷൂംഷി, ചക്ഷൂംഷി എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകൾ. ഏകം ചക്ഷുഹു ദ്വേ ചക്ഷൂംഷി. ബഹുവചനമാകുമ്പോൾ ചക്ഷുഷി ചക്ഷൂംഷി എന്നുള്ളത് അനേക കണ്ണുകൾ തന്നെയാണ്. അപ്പൊ ഭഗവാന്റെ കണ്ണുകൾ സൂര്യനാകുന്നു എന്നാണ്. ജലം സ്മരേതഃ, അങ്ങയുടെ രേതസ്സാകുന്നു പ്രകൃതിയിലുള്ള സകല ജലങ്ങളും. അങ്ങയുടെ രേതസ്സാണ്. രേതസ് എന്നുള്ള പൊട്ടൻസിയാണ്. ജലം എന്ന് പറഞ്ഞാലും ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ജലത്തിലാണ്, ഉണ്ടാവുന്നത് ജലത്തിലാണ്. എല്ലാറ്റിനെയും ജനിപ്പിക്കാനുള്ള ശേഷി ജലത്തിനാണ്. അതുകൊണ്ട് ജലം എന്നുള്ളത് ജീവനം ആണ്. ബോധം കെട്ട് കിടക്കുന്നവരുടെ മേലെ കൂടി ഒരു തുള്ളി വെള്ളം തളിച്ചാൽ ഉണർന്ന് എഴുന്നേൽക്കുന്നു. ഏത് സസ്യജാലവും ഉണങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ അത് ജീവിച്ചു വരുന്നു. ഏത് വിത്തും വെള്ളത്തിന്റെ സ്പർശമേൽക്കുമ്പോൾ പൊട്ടി മുളയ്ക്കുന്നു. അപ്പൊ പ്രകൃതിയിലുള്ള സകല
സൃഷ്ടിയും നടക്കുന്നത് ജലം കൊണ്ടാണ്. അപ്പൊ അത് ഭഗവാന്റെ പൊട്ടൻസിയാണ്, ഭഗവാന്റെ രേതസ്സാണ്. രേതഃ ജലം പരാപരാത്മാശ്രയണം തവാത്മാ. തവ ആത്മാ, അങ്ങയുടെ ആത്മാ, അത് പരാപര ആത്മ ആശ്രയണം. പരങ്ങളും അപരങ്ങളുമായിട്ടുള്ള എല്ലാ ജീവാത്മാക്കളുടെയും ആശ്രയമാണ് പരമാത്മാവായിരിക്കുന്ന അങ്ങ്. അങ്ങ് തന്നെയാണ് എല്ലാറ്റിന്റെയും സോഴ്സ്, എല്ലാവരുടെയും ആത്മാവായിരിക്കുന്നത്. ഇനി മനഃ സോമഃ, അങ്ങയുടെ മനസ്സാണ്, വിരാട് പുരുഷന്റെ മനസ്സാണ് സോമൻ, ചന്ദ്രൻ. ചന്ദ്രമാ മനസോ ജാതഃ, ചന്ദ്രമസ് വിരാട് പുരുഷന്റെ മനസ്സിൽ നിന്നാണ്. മനസ്സും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം. അതുപോലെ ശിരഃ ദ്യൗഹു, ശിരസ് സ്വർഗമാകുന്നു. മുകളിലുള്ള ഉപരിലോകങ്ങൾ ഭഗവാന്റെ ശിരസ്ഥാനമാകുന്നു എന്നർത്ഥം. അപ്പൊ സ്വർഗം ശിരസ്സാകുന്നു. അപ്പൊ ഈ ലോകത്തിൽ കാണുന്ന എല്ലാം ഭഗവാന്റെ അവയവങ്ങളാണ്, അംശങ്ങളാണ്, വിഭൂതികളാണ് എന്ന് ഊന്നി ഊന്നി പറഞ്ഞ് ആ ദർശനത്തെ നമ്മളില് ഉറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കുക്ഷിസമുദ്രാഗിരയോസ്തി സംഗ രോമാണി സർവ ഔഷധി വീരുദസ്തേ ചന്ദാംസി സാക്ഷാത്തവ സപ്തധാതവ ത്രയീമയാത്മൻ ഹൃദയം സർവധർമ്മ. കുക്ഷിസമുദ്രാഗിരയോസ്തി സംഗ രോമാണി സർവ ഔഷധി വീരുദസ്തേ ചന്ദാംസി സാക്ഷാത്തവ സപ്തധാതവ ത്രയീമയാത്മൻ ഹൃദയം സർവധർമ്മ. സമുദ്രങ്ങൾ ഭഗവാന്റെ കുക്ഷിയാകുന്നു. കുക്ഷിഹി സമുദ്രാഹ. അപ്പൊ സപ്തസാഗരങ്ങൾ ഭഗവാന്റെ കുക്ഷിസ്ഥാനമാകുന്നു, വയറാകുന്നു, എല്ലാം അടങ്ങുന്നതാകുന്നു. അസ്ഥിസംഗാഹ ഗിരയഃ, ഭഗവാന്റെ അസ്ഥിക്കൂട്ടങ്ങളാണ്, എല്ലുകളാണ് പർവ്വതങ്ങൾ. എങ്ങനെയാണോ അസ്ഥികൾ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്, അതുപോലെ ഈ ഭൂമിയുടെ അസ്ഥികളാണ് പർവ്വതങ്ങൾ. അസ്ഥിസംഗാഹ ഗിരയഃ രോമാണി സർവ ഔഷധി വീരുദഃ തേ. തേ രോമാണി, അങ്ങയുടെ രോമങ്ങളാകുന്നു സർവ ഔഷധി വീരുത്തുക്കൾ. ഔഷധച്ചെടികള്, വൃക്ഷങ്ങള്, സസ്യജാലങ്ങൾ എല്ലാം തന്നെ രോമങ്ങളാകുന്നു എന്ന് പറയാം. അങ്ങയുടെ രോമങ്ങളാകുന്നു. അപ്പോ ഔഷധി വീരുത്തുക്കൾ അങ്ങയുടെ രോമങ്ങളാകുന്നു. സപ്തധാതുക്കൾ അങ്ങയുടെ ഛന്ദസ്സുകളാകുന്നു. സപ്തധാതുക്കൾ ഇവിടെ ഛന്ദസ്സുകൾ എന്ന് പറഞ്ഞാല് വേദങ്ങൾ ചൊല്ലുന്നതായിട്ടുള്ള ആ മീറ്റേഴ്സ്, വൃത്തങ്ങൾ. ഗായത്രി, അനുഷ്ടുപ്പ്, ത്രിഷ്ടുപ്പ്, ഉഷ്ണിക്ക്, ബൃഹതി മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട 7 വൃത്തങ്ങളുണ്ട്. 7 ഛന്ദസ്സുകൾ പ്രധാനപ്പെട്ടതാണ്. ആ 7 ഛന്ദസ്സുകളെ, വൈദിക ഛന്ദസ്സുകൾ, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ ഛന്ദസ്സുകള് സപ്തധാതുക്കളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഭഗവാന്റെ ശരീരത്തിലെ സപ്തധാതുക്കളിൽ നിന്നാണ് ഈ വേദത്തിന്റെ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതായിട്ടുള്ള ഈ ഛന്ദസ്സുകൾ ഉണ്ടായിരിക്കുന്നത്. സപ്തധാതവഃ ചന്ദാംസി. ധാതു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തെ ധരിച്ചു നിൽക്കുന്നത് എന്നാണ്, സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ വേദശരീരത്തെ ധരിച്ചു നിൽക്കുന്നത് ഛന്ദസ്സുകളാണ്. ശബ്ദബ്രഹ്മമായ വേദശരീരത്തെ അത് ധരിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ലോകമേ നിലനിൽക്കുന്നതും. അറിവിന്റെ സ്വരൂപമായിരിക്കുന്ന വേദം നിലനിൽക്കുന്നത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. അപ്പോ ധാതുക്കൾ തന്നെയാണ് എല്ലാറ്റിനെയും ധരിച്ചിരിക്കുന്നത്, സസ്റ്റെയിൻ ചെയ്യുന്നത് എന്നർത്ഥം. സപ്തധാതവഃ ഛന്ദാംസി സാക്ഷാത്. യഥാർത്ഥ ഛന്ദസ്സുകളാകുന്നു. ഭഗവാനെ ത്രയീമയാത്മൻ എന്ന് വിളിച്ചു. ത്രയീമയൻ എന്നാൽ വേദസ്വരൂപൻ. വേദസ്വരൂപനായിരിക്കുന്നവനെ ത്രയീമയാത്മൻ. ത്രയീ എന്നാൽ വേദങ്ങൾ, കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം, ഇങ്ങനെ 3 കാണ്ഡങ്ങളോടുകൂടിയതായിട്ടുള്ള വേദങ്ങൾ മുഴുവൻ അങ്ങയുടെ സ്വരൂപമാകുന്നു. അപ്പൊ ഹേ വേദമൂർത്തേ എന്ന് ത്രയീമയാത്മൻ എന്നുള്ളതിന് അർത്ഥം ആ വേദമൂർത്തിയായ അങ്ങയുടെ ധാതുക്കളാകുന്നു ഛന്ദസ്സുകൾ എന്ന് പറയുന്നതിൽ വളരെ ചർച്ചയുണ്ട്. വേദമൂർത്തിയായ അങ്ങയുടെ സപ്തധാതുക്കളാകുന്നു വൈദികങ്ങളായ 7 ഛന്ദസ്സുകൾ. ഹൃദയം സർവധർമ്മ.
അങ്ങയുടെ ഹൃദയം വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സർവധർമ്മങ്ങളും. കാരണം എങ്ങനെയാണോ ഒരു ശരീരം നിലനിൽക്കാൻ ഹൃദയം വളരെ പ്രധാനമായിരിക്കുന്നത്, ഹൃദയം ഇല്ലെങ്കിൽ പിന്നെ ആ ശരീരം കൊണ്ട് ഒരു കാര്യവുമില്ല എന്നതുപോലെ ഈ വേദത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ധർമ്മ ഉപദേശമാണ്. ലോകത്തിനുള്ള ധർമ്മോപദേശം, ഈ ലോകം എങ്ങനെ നിലനിൽക്കുന്നു, എങ്ങനെയായാൽ നിലനിൽക്കും, നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്താലാണ് ഈ ലോകം നിലനിൽക്കുക എന്ന് ബോധ്യപ്പെടുത്തലാണ് വേദത്തിന്റെ താല്പര്യം. അപ്പോ വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ധർമ്മമാണ് വേദമൂർത്തിയായ ഭഗവാന്റെ ഹൃദയം. ഹൃദയം സർവധർമ്മ. മുഖാനി പഞ്ചോപനിഷദസ്തവേശ യൈസ്ത്രിംശദഷ്ടോത്തരമന്ത്രവർഗഃ യത്തച്ഛിവാക്യം പരമാർത്ഥതത്വം ദേവ സ്വയം ജ്യോതിരവസ്ഥിതിസ്തേ. മുഖാനി പഞ്ചോപനിഷദസ്തവേശ യൈസ്ത്രിംശദഷ്ടോത്തരമന്ത്രവർഗഃ ദേവസ്വയം ജ്യോതിരവസ്ഥിതി യത്തച്ഛിവാക്യം പരമാർത്ഥതത്വം ദേവസ്വയം ജ്യോതിരവസ്ഥിതിസ്തേ. മുഖാനി പഞ്ച ഉപനിഷദഃ തവ ഈശ. ഹേ ഈശ, തവ പഞ്ചമുഖാനി പഞ്ച ഉപനിഷദഃ. ഭഗവാന്റെ പഞ്ചമുഖങ്ങൾ. മഹാദേവൻ പഞ്ചമുഖനാണ് അല്ലെ, പഞ്ചാസ്യൻ. ഭഗവാനെ പഞ്ചാസ്യൻ, പഞ്ചമുഖൻ എന്നൊക്കെ വിളിക്കും. എന്തുകൊണ്ട്? ഭഗവാന് 5 മുഖങ്ങൾ സങ്കല്പം. തത്പുരുഷൻ, അഘോരൻ, സദ്യോജാതൻ, വാമദേവൻ, ഈശാനൻ. ഇങ്ങനെ 5 മുഖങ്ങൾ ഭഗവാന് ഭാവം. തൽപുരുഷൻ, അഘോരൻ, സദ്യോജാതൻ, വാമദേവൻ, ഈശാനൻ. അപ്പൊ ഈ 5 മുഖങ്ങളെ നോക്കി സ്തുതിക്കുന്നതായിട്ടുള്ള 5 മന്ത്രങ്ങളുണ്ട് വേദത്തില്. നമ്മള് ദീപാരാധനാദി സമയങ്ങളിലൊക്കെ മന്ത്രപുഷ്പം എന്ന പേരിലുള്ള ഒരു ഇത് ചൊല്ലുമ്പോ അതിൽ ചൊല്ലാറുണ്ട്. സദ്യോജാതം പ്രപദ്യാമി സദ്യോജാതായ വൈ നമോ നമഃ. ഭവേ ഭവേനാദി ഭവേ ഭവസ്വമാം ഭവോദ്ഭവായ നമഃ. വാമദേവായ നമോ ജ്യേഷ്ഠായ നമഃ ശ്രേഷ്ഠായ നമോ രുദ്രായ നമഃ കാലായ നമഃ കലവിതരണായ നമോ ബലവിതരണായ നമോ ബലായ നമോ ബലപ്രമഥനായ നമഃ സർവഭൂതദമനായ നമോ മനോന്മനായ നമഃ. അഘോരേഭ്യോ ദഘോരേഭ്യോ ഘോരഘോരതരേഭ്യഃ സർവേഭ്യഃ സർവസർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യഃ. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഈശാനഃ സർവവിദ്യാനാം ഈശ്വരഃ സർവഭൂതാനാം ബ്രഹ്മാധിപതിർ ബ്രഹ്മണോധിപതിർ ബ്രഹ്മാ ശിവോ മേ അസ്തു സദാശിവോ. ഇങ്ങനൊരു 5 മന്ത്രങ്ങളാണ്. സദ്യോജാതം പ്രപദ്യാമി എന്നാരംഭിച്ച് സദ്യോജാതനെ സ്തുതിക്കുന്നു. വാമദേവായ നമോ, ജ്യേഷ്ഠായ നമ എന്നാരംഭിക്കുന്ന വാമദേവനെ സ്തുതിക്കുന്നു. അഘോരേഭ്യോ ദഘോരേഭ്യോ സർവഭൂത അല്ലെങ്കിൽ ഘോരഘോരതരേഭ്യ എന്നുള്ള അഘോരേഭ്യ എന്നുള്ളത് അഘോരന്മാർക്ക് നമസ്കാരം. തത്പുരുഷായ വിദ്മഹേ എന്നാരംഭിക്കുന്ന രുദ്രഗായത്രി, അതിൽ തത്പുരുഷനെ സ്തുതിക്കുന്നു. ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം എന്നാരംഭിക്കുന്ന ഈശാന ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന മന്ത്രം. അപ്പൊ ഇങ്ങനെ 5 മന്ത്രങ്ങൾ, 5 ഉപനിഷത്തുക്കൾ, രുദ്രോപനിഷത്തുക്കൾ എന്ന് വിളിക്കുകയാണ്. അതാണ് മുഖാനി പഞ്ച ഉപനിഷദഃ തവ ഈശ. ഹേ ഈശ, പഞ്ച ഉപനിഷദഃ, ഈ പഞ്ചമന്ത്രങ്ങൾ ഭഗവാനെ സേവിക്കാനുള്ള മന്ത്രങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. ഉപനിഷത്തുക്കൾ എന്ന് പറഞ്ഞാൽ അടുത്തിരുന്നു കൊണ്ട് സേവിക്കാനുള്ളത്. അപ്പൊ ഭഗവാനെ സേവിക്കാനുള്ളതായിട്ടുള്ള 5 ഉപനിഷത്തുക്കൾ, 5 മന്ത്രങ്ങൾ. തവ മുഖാനി, ഭഗവാന്റെ മുഖങ്ങളാകുന്നു, പഞ്ചമുഖങ്ങളാകുന്നു. സദ്യോജാതൻ, വാമദേവൻ, അഘോരൻ, തത്പുരുഷൻ, ഈശാനൻ എന്നിങ്ങനെയുള്ളതായിട്ടുള്ള 5 മുഖങ്ങളാകുന്നു. യൈഹി 30 അഷ്ടോത്തര മന്ത്രവർഗ.
ഈ ഇതില് യൈഹി എന്ന് പറഞ്ഞാൽ യാതൊന്നുകളാൽ, ഏതൊരു പഞ്ച ഉപനിഷത്തുക്കളാൽ ത്രിംശത് അഷ്ടോത്തര മന്ത്രവർഗ. ത്രിംശത് എന്ന് പറഞ്ഞാൽ 30 അഷ്ട ഉത്തരം എന്ന് പറഞ്ഞാൽ 30ന്റെ കൂടെ മുകളിൽ 8. അപ്പൊ 38 മന്ത്രവർഗ. അതില് 38 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമോ നമഃ എന്നുള്ളതിനേക്കാൾ ഒരു വാക്കായിട്ട് ഒരു നമഃ. എല്ലായിടത്തും നമോ നമ എണ്ണേണ്ട കാര്യമില്ല. ബാക്കിയുള്ള പദങ്ങളൊക്കെ കൂടി എണ്ണിക്കഴിഞ്ഞാൽ 38 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ മന്ത്രവർഗ എന്ന് പറഞ്ഞത്. ത്രിംശത് അഷ്ടോത്തര മന്ത്രവർഗ. 38 മന്ത്രകലകൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആ മന്ത്രകലകൾ ഈ പഞ്ച ഉപനിഷത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈ 5 ഉപനിഷത്തുകളിൽ 5 മന്ത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. അതാണ് ത്രിംശത് അഷ്ടോത്തര മന്ത്രവർഗ. ശിവഭക്തന്മാരായിട്ടുള്ള ഈ പറയുന്ന ഇതൊക്കെ ഉപാസിക്കുന്നവർക്ക് അതിന്റെ രഹസ്യങ്ങളൊക്കെ അറിയാം. യത്തത് ശിവാഖ്യം പരമാർത്ഥ തത്വം. ശിവാഖ്യം, ശിവം എന്ന പേരോടുകൂടിയതായിട്ടുള്ള ഏതൊരു പരമാർത്ഥ തത്വമുണ്ടോ അത് എന്താണ്? സ്വയം ജ്യോതിഹി, അത് സ്വതേ പ്രകാശിക്കുന്നതാണ്. അത് തത് ദേവ തേ അവസ്ഥിതി, അങ്ങയുടെ അവസ്ഥിതിയാകുന്നു, അങ്ങയുടെ യോഗനിദ്രാഭാവമാകുന്നു, അങ്ങയുടെ സ്വരൂപമാകുന്നു എന്നൊക്കെ പറയാം. അപ്പൊ ശിവം എന്ന പേരുള്ള പരമാർത്ഥ തത്വം, സ്വയം ജ്യോതിസായിരിക്കുന്ന തത്വം, തേ അവസ്ഥിതി, അങ്ങയുടെ അവസ്ഥിതിയാകുന്നു, അങ്ങയുടെ സ്വരൂപസ്ഥിതിയാകുന്നു. അങ്ങ് ആ സ്വരൂപത്തിലാണ് ഇരിക്കുന്നത്. ശിവം എന്നുള്ള ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്നുള്ള ശിവഭാവത്തിലാണ് അങ്ങയുടെ ഇരിപ്പ്. അങ്ങ് സ്വയം ജ്യോതിസാണ്, സ്വയം പ്രകാശമാണ്, പരമാർത്ഥ തത്വമാണ്. അപ്പോ ഇങ്ങനെ പഞ്ച ഉപനിഷത്തുക്കളാൽ സൂചിപ്പിക്കപ്പെടുന്നത് 5 മുഖങ്ങൾ അങ്ങയുടെ തന്നെ 5 മുഖങ്ങളാകുന്നു. അതിൽ 38 മന്ത്രകലകളുണ്ട്. അതുപോലെ അങ്ങയുടെ അവസ്ഥിതി എന്ന് പറയുന്നത് പരമാർത്ഥ തത്വമായിരിക്കുന്ന സ്വയം ജ്യോതിസ്വരൂപമായിരിക്കുന്ന ശിവം എന്ന ഭാവമാകുന്നു, ശിവാഖ്യം എന്ന്. അങ്ങനെ ശിവനെ സ്തുതി തുടരുകയാണ്. ഇനിയും 6 ശ്ലോകങ്ങൾ കൂടി ഈ സ്തുതിയിലുണ്ട്. അത് കഴിഞ്ഞ് കഥ തുടരുന്നുണ്ട്. നമുക്ക് നാളെ രാവിലെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പൊ ഇനി നാളെ സാധാരണ പോലെ 10:30-കോ 11-നോ നോക്കാം. നാളെ സൗകര്യം പോലെ ഞാൻ ടൈം ഇടാം. നേരത്തെ നോക്കിക്കോളൂ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. പാലക്കാട്ടുകാരെല്ലാം ചിദാനന്ദപുരി സ്വാമിജിയുടെ പ്രോഗ്രാമിലേക്ക് വരിക. ചിദാനന്ദപുരി സ്വാമിയുടെ പ്രോഗ്രാം പാലക്കാട് മേലാമുറിക്കടുത്ത് കർണകിയമ്മൻ ഹൈസ്കൂൾ മൂത്താന്തര അവിടുത്തെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. 7 ദിവസം 7 വിഷയങ്ങളാണ് അദ്ദേഹം പ്രഭാഷണം ചെയ്യുന്നത്. വ്യത്യസ്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം വന്നാലും ഒരു നഷ്ടമില്ല. ഒരു ദിവസമേ വരാൻ പറ്റിയുള്ളൂവെങ്കിലും അത്രയെങ്കിലും വരിക. കാരണം 7 ദിവസം 7 വിഷയങ്ങളാണ്. അപ്പോൾ പാലക്കാട്ടുകാരെയൊക്കെ ക്ഷണിക്കുന്നു. ഹരിയും 6 മുതൽ 8 വരെയാണ്.